ഏറ്റുപറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടല്ലോ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് നന്ദി കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകളെ ഇന്ന് ദൈവസന്നിധിയിൽ അനുഭവിക്കാം. നന്മ കൊണ്ട് കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്ന വൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ മഹത്വത്തിനായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർച്ചയായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് പഠിച്ചു വരുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും ദൈവിക ആലോചനകളെയും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഫലിക്കുവാനും കാണുവാനും അതിലെ നിവൃത്തി തലത്തിലേക്ക് വരുന്ന ഒക്കെ കാര്യങ്ങളൊക്കെയും അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവിൽ കർത്താവ് നമ്മളെ ഇടയാക്കുന്നു. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പിന്നെയും ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കട്ടെ. നമുക്ക് ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം ദൈവസന്നിധിയിൽ ഇന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്തെ ഒരു വചനഭാഗമാണ്. ആ വാക്യത്തിൻ്റെ അകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ ആയിത്തീരുവിൻ. ആമേൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്കോ സഭയിലേക്കോ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെയുള്ള ദൈവദാസനോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ശുശ്രൂഷിക്കുന്ന ആളുകളോ ഒരിക്കലും നിങ്ങൾക്ക് പണമായിട്ടോ വേറെ ഒന്നുമായിട്ടോ തരാറില്ല. പകരം ഒരു ബൈബിള് കൊടുക്കും. ശ്രദ്ധിച്ചോണേ. ബൈബിളിൽ പറയുന്നു, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നോക്കിക്കേ, അതിമഹത്വമേറിയ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ് വാഗ്ദത്തങ്ങൾ? ദൈവം നമ്മളോർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും വചന രൂപത്തിൽ, ബൈബിളിന്റെ രൂപത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കർത്താവിൻ്റെ വചനം നിങ്ങൾ യേശുവിലേക്ക് വന്ന് വലിയ വലിയ വാഗ്ദത്തങ്ങൾ കേട്ടാണ് നമ്മുടെ വീട്ടിലെ വിഷയങ്ങൾ മാറും, കൊച്ചിൻ്റെ വിഷയം മാറും. അല്ലെങ്കിൽ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യതയാണ്. നിത്യദൈവൻ, നിത്യരക്ഷ. അതിന് ശേഷം നമ്മൾ കേൾക്കുമല്ലേ, നമ്മുടെ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ വാഗ്ദത്തങ്ങൾ ഇവിടെ നോക്കുകയാണ്. ബൈബിൾ പറയുന്നത്, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ ആയിത്തീരണം. ആമേൻ. ഇവിടെ നിങ്ങൾക്കറിയാം, എബ്രായർക്ക് എഴുതിയ ലേഖനം വായിക്കുന്നതിന് മുമ്പ് തന്നെ ബൈബിളിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും കർത്താവ് അവർക്ക് വാഗ്ദത്തം കൊടുക്കുന്നു, അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, വാഗ്ദാനങ്ങൾ. എന്നാൽ പലപ്പോഴും വാഗ്ദത്തങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയും. അപ്പോൾ വാഗ്ദത്തങ്ങൾ നമുക്ക് അവകാശമായി ലഭിക്കണം. വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിക്കണം. വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. ഇത് വലിയ പ്രധാനപ്പെട്ട പോയിന്റാണ്. വാഗ്ദത്തങ്ങൾ നിങ്ങളും ഞാനും അനുഭവിക്കണം. എന്നാൽ പലപ്പോഴും വാഗ്ദത്തങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ കാണാനോ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ അല്ല ഞാൻ പറഞ്ഞു, നമുക്ക് പലപ്പോഴും അനുഭവിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ. ഒത്തിരി വചനം കേട്ടു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ വചനം
ആ പറയപ്പെടുന്ന വചനം കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെങ്ങനെ നമുക്ക് വാഗ്ദത്തങ്ങളെ നമുക്ക് ലഭിക്കും? എബ്രായ ലേഖനം ആദ്യം തന്നെ പറയുന്നു, നമുക്ക് 6-ാം വാക്യത്തിൽ കേട്ടു, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ ദീർഘക്ഷമയാലും വിശ്വാസത്താലും ദീർഘക്ഷമ, 2 വാക്ക് നോക്കിക്കണം. ഒന്ന് വിശ്വാസം, 2 ദീർഘക്ഷമ. ഇത് രണ്ടും മറന്നു പോരുതേ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ, ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന് വിശ്വാസത്താൽ, 2 ദീർഘക്ഷമയാൽ. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ ആയിത്തീരുവിൻ. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അത് നിങ്ങൾക്ക് ലഭിക്കാതെ പോകാതിരിപ്പാൻ ഞാൻ ഭയപ്പെടുന്നു. നോക്കിക്കേ, അപ്പൊ വാഗ്ദത്തങ്ങൾ, നിത്യജീവൻ ഉൾപ്പെടെയുള്ള സകല വാഗ്ദത്തങ്ങളും പൗലോസ് പറയും നമുക്കത് ലഭിക്കാതെ പോകാതിരിക്കുവാൻ, ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു. എന്തായിരിക്കും പൗലോസിന്റെ ഒരു ഭയം? കാരണം എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഇരിപ്പുണ്ട്, എല്ലാവർക്കും വചനം അറിയാം, പക്ഷെ എല്ലാവരുടെ ജീവിതത്തിലും വചനം പ്രവർത്തിക്കുന്നില്ല, വാഗ്ദത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അതിന്റെ കാരണം ബൈബിൾ പറയുന്നത്, ഇത് കിട്ടാൻ വേണ്ടിയുള്ള ആ കാരണങ്ങൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വിശ്വാസം, 2 ദീർഘക്ഷമ. 2 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്, അല്ലെ? നമുക്ക് ബൈബിളിൽ പറഞ്ഞ വാക്കുകൾ, ബട്ട് ഇമിറ്റേറ്റ് ദോസ് ഹൂ ത്രൂ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ഇൻഹെറിറ്റ് ദ പ്രോമിസ്. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരെ എന്ത് ചെയ്യണം? ഇമിറ്റേറ്റ് ചെയ്യണം. നമ്മൾ അവരെ, ഇതിനു മുമ്പ് വാഗ്ദത്തം പ്രാപിച്ചവരെ ഇമിറ്റേറ്റ് ചെയ്യണം. എന്താണ് ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അർത്ഥം? എന്താ ഇമിറ്റേറ്റ് ചെയ്യുക? എന്താ ഇമിറ്റേറ്റ് ചെയ്യുക? നമുക്കറിയാം, അല്ലെ? ഈ മിമിക്രിക്കാരൊക്കെ എന്ത് ചെയ്യും? അവരേതെങ്കിലും ഒരു വ്യക്തിയെ എന്ത് ചെയ്യും? ഇമിറ്റേറ്റ് ചെയ്യും. അതായത് ആ വ്യക്തി സംസാരിക്കുന്നത് പോലെ, ആ വ്യക്തി നടക്കുന്നത് പോലെ, ആ വ്യക്തിയുടെ ആക്ഷനുകളെ എന്ത് ചെയ്യും? ഇമിറ്റേറ്റ് ചെയ്യും. നമ്മൾ കേൾക്കാറില്ല, ഇമിറ്റേറ്റ് ചെയ്യുന്നു. മിമിക്രിക്കാരൊക്കെ എന്ത് ചെയ്യുന്നു? അതിനെ അതേപോലെ അനുകരിക്കുന്നു, അല്ലെ? ഇമിറ്റേറ്റ്. ബൈബിൾ പറയുന്നു, നിങ്ങളും എന്ത് ചെയ്യണം? വാഗ്ദത്തം കിട്ടണമെങ്കിൽ, വാഗ്ദത്തം അനുഭവിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് നിവൃത്തി തലത്തിലേക്ക് വരണമെങ്കിൽ, നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കിട്ടിയവരെ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യണം. അവർക്ക് അതെങ്ങനെ കിട്ടിയോ അതേപോലെ നിങ്ങൾ അവരെ ഇമിറ്റേറ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലും വാഗ്ദത്തങ്ങൾ ലഭിക്കും. അപ്പൊ എബ്രായ ലേഖനത്തിൽ പറയുന്നു 4-ാം അധ്യായത്തിൽ, ഇത് കിട്ടാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഞാൻ ഭയപ്പെടുക. കാരണം എന്തുവാണെന്നറിയാവോ? ഇമിറ്റേറ്റ് ചെയ്യാത്തവർക്ക് ചിലപ്പോൾ കിട്ടാതെ പോകും. ഇനി ശ്രദ്ധിച്ചോണേ, ഇമിറ്റേറ്റ് ചെയ്താൽ നമുക്കിത് ലഭിക്കുമെങ്കിൽ, ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? ഇത് കിട്ടാതെ പോകും. ആമേൻ. നമുക്കിനി 1-2 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. എവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരികയാണ്. നോക്കിക്കേ, ആ വാക്ക് നിങ്ങൾ നോക്കിക്കേ. അങ്ങനെ യേശുക്രിസ്തു രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിന്റെ മീതെ നടന്നു വരുന്നത് കണ്ടു. അത് കണ്ടിട്ട് ശിഷ്യന്മാർ ഒന്ന് ഭ്രമിച്ചിട്ട് പറയുന്നു, ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്റെ മീതെ, നോക്കിക്കേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്റെ മീതെ നിന്റെ അടുക്കലേക്ക് വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പത്രോസ്ലിക്ക് അറിയാം, ഒരു സീക്രട്ട് അറിയാം. എന്താണെന്നറിയോ സീക്രട്ട്? ഇന്ന് കുറച്ച് ആൾക്കാർ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നു. നിങ്ങളെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോ ഓഫ് ചെയ്ത് ഓണാക്കിയുള്ള ഗുണം ഞാൻ പറഞ്ഞു തരാം. ഈ അനാവശ്യമായിട്ട് സംസാരിക്കാനുള്ള ടെൻഡൻസി നമ്മളിന്ന് മാറിപ്പോവും. വീഡിയോ ഓണാക്കുമ്പോഴായിരിക്കും ഭർത്താവും പിള്ളേരൊക്കെ വീടിന് അടുത്തോടെ നമുക്ക് വർത്താനം പറയാനും ടെൻഡൻസി വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഓണാക്കിയാൽ നമുക്ക് അങ്ങോട്ട് ശ്രദ്ധ പോകത്തില്ല, കൂടുതൽ നിങ്ങൾക്ക് വചനത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊന്ന് ഓണാക്കി, വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരെല്ലാം ഓണാക്കി. ഇങ്ങനെ മറഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കും. മുന്നോട്ട് നോക്കിക്കേ. അങ്ങനെ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ പത്രോസ്ലീഹ പറയും, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ, അടുത്ത വാക്യം പറയുന്നു, വരിക എന്ന്. അപ്പൊ യേശുവിന്റെ വാക്കിന് ശക്തിയുണ്ടെന്ന് പത്രോസ്ലീഹയ്ക്ക് അറിയാം. യേശു പറഞ്ഞാൽ മീൻ കീറും, യേശു പറഞ്ഞാൽ വള്ളം നിറയും, യേശു പറഞ്ഞാൽ വല കീറുമാറ് നന്മ കിട്ടും. അപ്പൊ യേശു ആണെങ്കിൽ മുങ്ങത്തില്ല, ഇവിടെ നന്മ ഉണ്ടാകും. അപ്പൊ യേശുവിന്റെ വാക്കാണ് വചനം. പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഒന്ന് കൽപ്പിക്കുക. ഓക്കെ, നെറ്റ് സ്ലോ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പക്ഷേ മാക്സിമം ഓണാക്കാൻ ശ്രമിക്കുക. പക്ഷേ അനാവശ്യമായിട്ട് വർത്താനം പറയാൻ പോകരുത്. നോക്കി, അപ്പൊ വെള്ളത്തിന്റെ മീതെ അടുത്തേക്ക് വരിക എന്ന് കൽപ്പിച്ചു. അപ്പൊ പത്രോസ്ലീഹ പറഞ്ഞു, നീ ആകുന്നുവെങ്കിൽ വരിക എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ യേശു ഉടനെ വരിക എന്ന് പറഞ്ഞ് പത്രോസ് കടലിന്റെ മീതെ നടന്ന് ഇറങ്ങി വന്നു. യേശു അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്റെ മീതെ നടന്നു. എന്നാൽ കാറ്റ് കണ്ട് പേടിച്ച്,
മുങ്ങിപ്പോകിയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈക്ക് പിടിച്ചിട്ട് പറയുന്നു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? അപ്പൊ എന്റെ ചോദ്യം, ദൈവം പത്രോസ്ലിഹായ്ക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് കടലിന്റെ മീതെ നടക്കുക എന്നുള്ളതാണോ മുങ്ങിപ്പോകുക എന്നുള്ളതാണോ? ഏതാ വാക്തത്വം? മീതെ നടക്കുക എന്നുള്ളതാണ് വാക്തത്വം. ആമേൻ. അപ്പൊ വാക്തത്വം എന്നുള്ളത് വെള്ളത്തിന്റെ മീതെ നടക്കുക എന്നുള്ളതാണെങ്കിൽ വാക്തത്വത്തിന് വിരോധമായി അവിടെ സംഭവിച്ചത് മുങ്ങുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ബ്രദറെ അത് പത്രോസിന്റെ കുഴപ്പമല്ലല്ലോ. കാര്യം പത്രോസ്ലീഹ സാധാരണ ഒരു മനുഷ്യനല്ലേ. നമ്മളും പലപ്പോഴും വിശ്വാസത്തിലൊക്കെ ക്ഷീണിച്ചും മടുത്തുമൊക്കെ പോകാറില്ല. ഈ പറയുന്ന ആദ്യ വിശ്വാസം നമുക്കില്ലല്ലോ. പക്ഷെ യേശു അദ്ദേഹത്തെ നോക്കിയിട്ട് സാരമില്ലെന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞ, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? എപ്പോഴും ഓർത്തോണേ, നമുക്ക് വാക്തത്വം കിട്ടിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം. വാക്തത്വം നടക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രധാന ഘടകം ദൈവം മാത്രമല്ല, പകരം ദൈവം തന്ന വിശ്വാസമാണ്. നോക്കിക്കേ, എബ്രായ ലേഖനത്തിൽ 6-ാം വാക്യത്തിൽ പറഞ്ഞൊരു വാക്ക് എന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മന്ദതയുള്ളവരാകരുത്. നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വാക്തത്വങ്ങൾ പ്രാപിച്ചവരെ അനുകാരികളായി തീർണം. വിശ്വാസത്താലും ദീർഘക്ഷമയാലും നിങ്ങൾ എന്ത് ചെയ്യണം? വാക്തത്വങ്ങളെ പ്രാപിച്ചവരെ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുകരിക്കണം. അപ്പൊ ആരുടെ ഡ്യൂട്ടിയാണ് ഇത് പ്രാപിക്കുക എന്നുള്ളത്? ആരുടെ ഡ്യൂട്ടിയോ എന്ന് പറ. ഒരു വാക്തത്വം കിട്ടിയാൽ അത് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാ? കണ്ടോ, നമ്മളിലേക്ക് ആ ഡ്യൂട്ടി വരുമ്പോൾ ഇത് വലിയ പാടുള്ള കാര്യമാണ്. നമുക്ക് പറഞ്ഞു തരാം. ഞാൻ പണ്ട് കോട്ടയത്ത് വെച്ചൊരു ദൈവിക ആലോചന ഒരു ചെറുപ്പക്കാരോട് പറയാൻ ഇടയായി തീർന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് വലിയൊരു ആലോചന ഇടപെട്ടു. ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് ആലോചന. എങ്കിൽ ഈ ഒരു വാക്തത്വവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും ഓരോ പ്രവചനം കേൾക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഉടനെ അദ്ദേഹത്തോട് ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുക, ദൈവാത്മാവ് ഒരു പേര് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ആ വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് ഒരു മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു നന്മയുടെ വാതിലിനെ ദൈവം തുറക്കാൻ വേണ്ടി പോകും. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ അങ്ങനെ ഒരു വ്യക്തി എനിക്കിപ്പോൾ പരിചയമില്ല, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെ പരിചയമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ നീണ്ടൊരു 3 മാസമോ 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യനും ഇദ്ദേഹത്തിന്റെ സഹോദരനും വന്ന് എന്നെ കാണാൻ ഇടയായി തീർന്നു. അവർ പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ വൈഫിന്റെ ഒരു ബന്ധുവിന്റെ കല്യാണ വീട്ടിൽ പോയപ്പോഴേക്കും അവിടെ വെച്ച് വൈഫിന്റെ ബന്ധം വളരെ അകന്നൊരു ബന്ധു അവിടെ പരിചയപ്പെട്ടു. അപ്പോൾ ആ വ്യക്തി മിഡിൽ ഈസ്റ്റിലായിരുന്നു. അദ്ദേഹം അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അന്ന് വെളിപ്പെട്ട പോലെയായിരുന്നു. അദ്ദേഹവും ഞാനും വണ്ടി ഓടിക്കുന്ന ഒരാളായിരുന്നു, വലിയ ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞു, നിന്റെ പേപ്പറൊക്കെ താ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് കൺഫേം ആയിരുന്നു, എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നു. അപ്പം ബ്രദർ ഇതേപോലൊരു സംഭവം. അപ്പം അന്ന് ഞങ്ങൾക്ക് ആ വ്യക്തിയെ പരിചയമില്ലായിരുന്നു. പക്ഷെ 3 മാസത്തിന് ശേഷം അങ്ങനെ ഒരു വ്യക്തി അവിടെ എന്ത് ചെയ്തു, കാണാൻ ഇടയായി തീർന്നു. വൈഫിന്റെ അകന്നൊരു ബന്ധുവായിരുന്നു. അതിനുശേഷം ഞാൻ 6 മാസം കഴിഞ്ഞ് മനുഷ്യനെ കണ്ടപ്പോഴേക്കും അദ്ദേഹം ഇവിടെ വണ്ടി ഓടിച്ച് നടക്കുക. അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ പോയില്ല. 7 മാസം കഴിഞ്ഞു, വണ്ടി ഓടിച്ച് നടക്കുന്നു. ഇദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ പോയില്ല. 1 വർഷം കഴിഞ്ഞു, ഇപ്പോഴും അദ്ദേഹം പോയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ദൈവാത്മാവ് ഭോഷ്ക് പറയുന്ന ആളാണോ, അതോ അത് കള്ളപ്രവചനമാണോ? എന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? ഈ വാക്തത്വം കേട്ട വ്യക്തി, അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം നടന്നു. അദ്ദേഹത്തിന് ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യനെ ദൈവാത്മാവ് വെളിപ്പെടുത്തി അങ്ങനെ ഒരു കാര്യം തുറക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നടത്തി. പക്ഷെ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവിക ആലോചന കേട്ട മനുഷ്യൻ ഈ 1 വർഷമായിട്ട് ഒരു പ്രാർത്ഥനയിലോ സംബന്ധിച്ചിട്ടില്ല. ഇദ്ദേഹം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലും പോയിട്ടില്ല. ഇദ്ദേഹം സാധാരണ പോലെ ജപിക്കുന്നു. എന്നാൽ ഓരോ സമയം ഓർപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും കാര്യത്തിന്റെ നിൽക്കുമ്പോൾ ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെന്നെങ്കിലും കറങ്ങി തിരിഞ്ഞു വരും. അപ്പൊ നീണ്ട കാലഘട്ടമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഇടയ്ക്ക് ഓർപ്പിക്കാൻ വേണ്ടി വരും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എബ്രായർ ലേഖനത്തിൽ ഒരു വാക്യം നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ആദ്യം പറഞ്ഞു നിങ്ങൾ മന്ദതയുള്ളവരാകരുത്. കണ്ടോ, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കിയവരുടെ അനുകാരികൾ. നോക്കിക്കേ, അവരെന്താ ചെയ്തത്? വാക്തത്വം അവകാശം മുമ്പേ പ്രാപിച്ചവരെന്താ ചെയ്തത്? അവരെ നിങ്ങൾ അനുകരിക്കണം. നോക്കിക്കേ, എബ്രായത്തിൽ പൗലോസ് പറയും, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്തത്വം നോക്കിക്കേ ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഞാൻ ഭയപ്പെടുക. കാര്യം കിട്ടാതെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ പൗലോസ്ലീഹ ഒരു കാറ്റഗറി എടുക്കുകയാണ്. നാമും അവരെ പോലെ സദ്വർത്തമാനം കേട്ടവരായിരുന്നു, എങ്കിലും കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരപ്പെട്ടില്ല.
കണ്ടോ? നമുക്കറിയാം ഇത് ആരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നല്ലേ? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ പറ്റിയാണ്. ആമേൻ. അപ്പൊ എബ്രായ ലേഖനത്തിൽ 6 പറയുന്നു, വാക്തത്വം കേട്ടാൽ, ഒരു വചനം കേട്ടാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റപ്പിലേക്ക് ഒരു കാര്യം ചെയ്യണം. ഞാൻ ഈ വചനത്തിന്റെ നിവൃത്തിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ആമേൻ. എപ്പോഴും ഓർത്തോണം, ഒരു വചനം നിങ്ങൾക്ക് ബൈബിളിലെ വാക്യമായിട്ടാ കിട്ടിയിരിക്കുന്നുവെങ്കിൽ ഇതിന് രൂപമായി വരണം. ഹല്ലേലൂയ. ഒരു വചനം കേട്ടാൽ ആ വചനം നമുക്ക് ബൈബിളിലെ വാക്യരൂപത്തിലാണ് കിട്ടുന്ന. ആദ്യം ഇതൊരു രൂപമായി മാറണം. ഇതൊരു അത്ഭുതമായോ മിറക്കിൾസ് ആയിട്ടോ സൈനായിട്ടോ വണ്ടറായിട്ടോ ഇത് മാറണം. ഇത് മാറണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് വിശ്വാസത്തെ മിക്സ് ചെയ്യണം. ഇത് വിശ്വാസത്തെ മിക്സ് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യണം? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തി തലത്തിലേക്ക് വരണം. അവിടെ ദൈവം നമുക്ക് വാഗ്ദത്തം തന്നു, ദൈവം നമുക്ക് വിശ്വാസം തന്നു, ദൈവം നമുക്ക് ദീർഘക്ഷമ തന്നു. ഇതെല്ലാം ദൈവം തന്നിട്ട് ഇനി ദൈവം നമുക്കത് കംപ്ലീറ്റ് ആക്കി. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദൈവം നമ്മളെ റോബോട്ടുകളായിട്ട് സൃഷ്ടിച്ചിരുന്നില്ല. ഈ റോബോട്ടിന്റെ പ്രത്യേകത നിങ്ങൾക്ക് പറഞ്ഞു തരാം. റോബോട്ടിന്റെ പ്രത്യേകത, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം സെറ്റ് ചെയ്തിട്ടാൽ റോബോട്ട് അതുപോലെ തന്നെ ചെയ്യും, അല്ലേ? നമുക്കറിയാം ഈ റോബോട്ടുകൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഇതിലൊക്കെ ഇപ്പൊ പുതിയ രീതിയിൽ ഇപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്ന ഒരു റോബോട്ട് ഉണ്ട്, അല്ലേ? വട്ടത്തിലുള്ള കണ്ടിട്ടില്ല, വാക്വം ക്ലീനർ പോലത്തെ. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ വഴി സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീട് മൊത്തം ഓടി നടന്ന് ക്ലീൻ ചെയ്യും. എന്നാൽ അതിനോട് നിങ്ങൾ പറയുക, ഏതെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല. അതിന് എൻ്റെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞാൽ അതിന് ചെയ്യാൻ കഴിയത്തില്ല. അതിനെന്താണോ അതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മാത്രമേ അതിന് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ദൈവം മനുഷ്യനെ റോബോട്ടായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, അവനെ തിരിച്ചറിവുള്ളവനായിട്ട്, നന്മയും തിന്മകളെയും തിരിച്ചറിയുവാനും അവന് പ്രതികരിക്കുവാൻ ശേഷിയുള്ളവനായി ദൈവം കൊടുത്ത കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വിശ്വാസത്തിന് പ്രയോജനമുള്ളൂ. റോബോട്ടിന് വിശ്വാസത്തിന് ആവശ്യമില്ല, അല്ലേ? ഒരു റോബോട്ട് ക്ലീൻ ചെയ്യുന്ന റോബോട്ടിനോട് പറയുക, നീ ഇന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഉടനെ റോബോട്ട് പറയും, ഞാൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതിനുള്ള കഴിവ് വേണ്ട. ആ കഴിവ് വേണമെങ്കിൽ അവന് തിരിച്ചറിവിൻ്റെ ഒരു കപ്പാസിറ്റി വേണം. ഇപ്പൊ വിശ്വാസം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒരു വ്യക്തിക്ക് അത് റിസീവ് ചെയ്യാനുള്ള തിരിച്ചറിവിന്റെ കപ്പാസിറ്റി വേണം. ദൈവകൃപയാൽ നമുക്കതുണ്ട്. എന്തുകൊണ്ട്? നമുക്ക് ചിന്തിക്കുവാനുള്ള ശേഷിയെ ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്താണ് വിശ്വാസം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താലും. ആമേൻ. അപ്പൊ ഒരു വചനം നമുക്ക് ലഭിച്ചാൽ, ഈ വചനം, ഒരു പ്രവചനം കേട്ടാൽ, ഒരു വചനം കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിവർത്തിയാകണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് 10 സുവിശേഷത്തിലേക്ക് വാക്ക് നോക്കുകയും, യേശു കൈ നീട്ടി പിടിച്ചിട്ട് പറഞ്ഞു, അല്പവിശ്വാസിയെ, നീ എന്തിനാ സംശയിച്ചത്? കാരണം നിന്നെപ്പറ്റിയുള്ള വാക്തത്വം കടലിന്റെ മീതെ നിൽക്കുക എന്നുള്ളതാ. ഇപ്പോൾ നിനക്ക് സംഭവിച്ചത് എന്നാണെന്നറിയാവോ? നീ മുങ്ങിപ്പോയി. അപ്പൊ യേശു സാരമില്ല എന്ന് പറയുന്നില്ല, പകരം അല്പവിശ്വാസി, നിന്റെ പ്രോമിസ് എന്തുവാ? മുങ്ങുക എന്നുള്ളതല്ല, നിൽക്കുക എന്നുള്ളതാ. ഇതിന് വിപരീതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണം പിശാചാണോ? അല്ല, പകരം നിന്റെ അവിശ്വാസമാണ്. അപ്പൊ എന്താണ് അവിശ്വാസം? നമ്മൾ പലപ്പോഴും ഇന്ന് കേട്ടോണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മുടെ ജീവിതത്തിൽ ഒരു വചനം കേട്ടാൽ ടാറ്റ പറഞ്ഞു പോകരുത്. ഒരു പ്രവചനം കേട്ടാൽ അത് ടാറ്റ പറഞ്ഞു പോകരുത്. അത് നിവൃത്തി കാണണം. 2020 കേട്ട പ്രോമിസുകൾ ഇന്നും നടക്കാതില്ല. പലരും ബ്രദറെ, ഞാൻ എൻ്റെ സഭയിലിരിക്കുന്ന സമയത്ത് ഒരു ദേവദാസൻ വന്നൊരു പ്രവചനം പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ജീവിതം സംഭവിച്ചില്ല. കാര്യം പ്രവചനം പറഞ്ഞ ദേവദാസന്റെ കുഴപ്പമല്ല. നോക്കിക്കേ, ഇബ്രായർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞത്, മിസ്രൈമിൽ നിന്ന് സാക്ഷാൽ യഹോവ നേരിട്ടിറങ്ങി വന്നിട്ട് പറയുക, പാലും തേനും ഒഴുകുന്ന ദേശം തരാൻ വേണ്ടി പോവാ. കണ്ടോ? ഇത് കേട്ട ലക്ഷക്കണക്കിന് ആൾക്കാർ ആമേൻ പറഞ്ഞ് സ്വോത്രം പറഞ്ഞ് ചാടി ഇറങ്ങി. മരുഭൂമിയിൽ എത്തിയപ്പോഴേക്കും അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയി ആൾക്കാരൊക്കെ, നിങ്ങൾക്ക് ദൈവം വലിയ വാക്തത്വമൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ പറ്റി? ദൈവം പോഷ്ക്ക് പറഞ്ഞോ? അല്ല. പിന്നെ എവിടെയാ സംഭവിച്ചത്? നിങ്ങൾ നിമിത്തം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ വാക്തത്വങ്ങൾ എപ്പോഴും നമ്മളുമായിട്ട് ബന്ധമുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പ്രവചനം കേട്ടാൽ, ഒരു വചനം കേട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കണം, അതിൻ്റെ നിവൃത്തിയിലേക്ക് കൊണ്ടുവരണം. അതിന് പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ മന്ദതയുള്ളവരാദ്യമാകരുത്, നമ്മൾ ആക്റ്റീവ് ആകണം. എങ്ങനെ നമ്മൾ ആക്റ്റീവ്? ഞാൻ ആദ്യം ആ ദേവദാസന്റെ ആ ചെറുപ്പക്കാരന്റെ കാര്യം പറഞ്ഞില്ലേ? ആ ചെറുപ്പക്കാരൻ ഞാൻ ആദ്യം പറഞ്ഞ സഹോദര, നാളെ മുതൽ കൂട്ടായ്മയ്ക്ക് വരണം. ഓക്കെ ബ്രദറെ, ഞാൻ ഉറപ്പായിട്ട് ഉണ്ട്. പിന്നെ ഞാൻ കാണുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാ. ബ്രദറെ, ഒന്നും നടന്നില്ല എന്ന് പറയാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞു, സഹോദര, ഈ 1 വർഷം എവിടെയായിരുന്നു? തിരക്കായിരുന്നു ബ്രദറെ. കണ്ടോ? ഇവിടെയാണ് മന്ദത എന്ന് പറഞ്ഞത് ക്ഷീണമല്ല, മടുപ്പല്ല, പകരം നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റപ്പാണത്.
ആമേൻ. നമുക്കറിയാം യോശുവേനെയും കാലേബിനെയും ദൈവം അഡ്രസ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാം. അവർ ഭയങ്കര പ്രാർത്ഥനക്കാരനാന്നല്ല, അവർ ഭയങ്കര പാട്ടുകാരാന്നല്ല. യോശുവയും കാലേബും എന്നോട് പറ്റിയിരുന്നു. കണ്ടോ, ഒരു വാക്തത്വം കേട്ടാൽ നമുക്ക് എനർജി ആവശ്യമാണ്. എനർജി എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം 12 വാക്യത്തിൽ പറഞ്ഞു, അങ്ങനെ സാറായും വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. കണ്ടോ, ഈ വചനത്തെ ഫുൾഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി ആവശ്യമാണ്, പവർ ആവശ്യമാണ്, ശക്തി ആവശ്യമാണ്. കന്യകാ മാതാവിനോട് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, പുരുഷനെ അറിയാകിൽ എങ്ങനെ സംഭവിക്കും? ഉടനെ ദൂതന്റെ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. കണ്ടോ, അപ്പൊ ശക്തിയിലൂടെയാണ് വാക്തത്വം നിറവേറുന്നത്. ഈ ശക്തി എവിടുന്ന് കിട്ടും? ദൈവത്തിൽ നിന്ന് കിട്ടും. നീ എന്നോട് പറ്റിയിരിക്കയാൽ, കണ്ടോ, ആമേൻ, യോശുവയും കാലേബും എന്നോട് പറ്റിയിരിക്കയാൽ ഇവര് വാക്തത്വം കാണുമെന്ന് ദൈവം പറയുന്നത് കണ്ടോ. അതിന്റെ കാര്യം, ഇവർക്ക് വാക്തത്വം ലഭിക്കുവാൻ തക്കവണ്ണം വാക്തത്വം എപ്പോഴും ശക്തിയില്ലാതെ നടക്കത്തില്ല. അറിയാവോ, ഒരു പ്രവചനം കേട്ടാൽ, ഒരു ആലോചന കേട്ടാൽ നമ്മൾ എപ്പോഴും ഓർത്തോണം, ദൈവം സൂപ്പർ നാച്ചുറൽ ഗോഡാണ്. ദൈവം നാച്ചുറൽ ഗോഡല്ല, ദൈവം സൂപ്പർ നാച്ചുറൽ ഗോഡാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ എനർജി ആവശ്യമാ, പവർ ആവശ്യമാ. അതുകൊണ്ടാണ് ഏതെങ്കിലും ഭിത്തിയിൽ എഴുതിയ വചനം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അത്ഭുതമായി മാറിയിട്ടില്ല. കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല, ഒത്തിരി കോൺവെന്റുകളിലും ഒത്തിരി എന്താ പറയുക, മതിലുകളിലൊക്കെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാവോ, ആ വചനം എഴുതി വെച്ച മതിൽ കുറെ നാൾ കഴിയുമ്പോഴേക്കും പൊളിഞ്ഞു പോകാറില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ എഴുതി വെച്ച മതിൽ കുറയുമ്പോഴേ പൂപ്പൽ വരാറില്ല. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും? അത് നമ്മൾ പെയിന്റ് അടിച്ച് വീണ്ടും വചനം എഴുതും. എന്തുകൊണ്ടാണ് ആ വചനം എഴുതിയ മതിൽ ഇടിഞ്ഞു പോകുന്നത്? കാര്യം, ആ വചനം എഴുതിയതുകൊണ്ട് മതിൽ എന്ത് ചെയ്യത്തില്ല, ഇടിഞ്ഞു പോകാതിരിക്കത്തില്ല. വചനം വിശ്വസിക്കുന്നവരിൽ അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്തിനാ എഴുതി വെക്കുന്ന അറിയാവോ? ഇത് വായിക്കുന്നവൻ അത് വിശ്വസിക്കണം. അവർ വർഷാവർഷം ആ മതില് പെയിന്റ് അടിച്ച് വീണ്ടും അത് പൊളിഞ്ഞു പോകാതെ വീണ്ടും അതിൽ എഴുതുന്നതിന്റെ കാരണം മതിലിന് പ്രത്യേകതയില്ല, എഴുതിയ വാക്കുകൾക്ക് പ്രത്യേകതയില്ല. പക്ഷെ അത് ആരാണോ ഏറ്റെടുക്കുന്നത് അവരിലേക്ക് എനർജി വേണം. എപ്പോഴും ഓർത്തോണം, ശക്തിയിലൂടെയാണ് വാക്തത്വം നിവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സാറായിക്ക് പിടികിട്ടി, ചിരിച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അബ്രഹാം അപ്പച്ചന്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആ സാറാമ്മച്ച് ഒരു കാര്യം തീരുമാനിച്ചു, അങ്ങനെ വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണാൻ തുടങ്ങി, ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേരാൻ തുടങ്ങി. ഇന്നലെ വരെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞ ഉടനെ അടുക്കളയിൽ നിന്നുകൊണ്ട് ചിരിക്കുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് പുത്രോൽപാദനത്തിന് ശക്തി വേണം. അത് ആര് തരണം? ദൈവം തരണം. അതെങ്ങനെ കിട്ടും? ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുക്കണം. ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ ദൈവം നമ്മോട് അടുത്ത് വരുമെന്ന് യാക്കോബിന്റെ ലേഖനം പറയും. ദൈവത്തോട് അടുത്തില്ല, എന്നാൽ ദൈവം നമ്മോട് അടുത്ത് വരും. ആരാ ദൈവം? വാക്തത്വങ്ങളിൽ വിശ്വസ്തനായവൻ, ഈ വാക്തത്വങ്ങളുടെ ഉടമസ്ഥനായവൻ, ഈ വചനത്തെ നിർമ്മിച്ചവൻ, ഇതിന്റെ ഉടമസ്ഥൻ. ഈ ശക്തിയുള്ള വചനം എന്നൊരു വാക്യം എവിടെ കണ്ടിട്ടുണ്ടോ? തന്റെ ശക്തിയുള്ള വചനത്തെ വഹിക്കുന്നവൻ. അപ്പൊ ഈ വചനം, എഴുതപ്പെട്ട വചനം എൻ്റെ മേൽ നിവൃത്തിയാകണമെങ്കിൽ എൻ്റെ മന്ദതകൾ എടുത്തു മാറ്റണം. നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്യണം? മന്ദതകളിൽ നിന്നും എടുത്ത് പുറത്തേക്ക് വന്നിട്ട് നമ്മൾ കർത്താവിൻ്റെ വാക്തത്വങ്ങളെ പ്രാപിക്കുവാൻ ഒരു മൈൻഡ് സെറ്റ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഈ അലസന്മാർക്ക് കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്, ഓ ബ്രദറെ, ഞാൻ കുറേ വചനം കേട്ടോ, നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വാക്തത്വങ്ങളെ പ്രാപിക്കുവാൻ ഒരു മൈൻഡ് സെറ്റപ്പ് നമ്മുടെ അകത്തോട്ട് പ്രവേശിക്കണം. ഒരു വാശി അകത്തോട്ട് വേണം. ഒരു വാശി നമുക്ക് വേണം. ഇന്ന് നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വാക്യം നോക്കിക്കേ. പത്രോസിലേക്ക് എന്താ സംഭവിച്ചത്? യേശു പറഞ്ഞു, മോനെ നീ ഇങ്ങോട്ട് കയറി വാ, നീ വെള്ളത്തിന്റെ മീതെ ഇപ്പൊ നിൽക്കാൻ വേണ്ടി പോവാ. ഉടനെ പത്രോസിലേക്ക് ചാടി ഇറങ്ങി, വരിക എന്ന വാക്കിന്മേൽ ഇറങ്ങി. പക്ഷേ ഇവിടെ നോക്കിക്കേ, എന്നാൽ കാറ്റ് കണ്ട് പേടിച്ചു. നമ്മുടെ ശ്രദ്ധ മാറിപ്പോകരുത്, ശ്രദ്ധ മാറരുത്. ഇവിടെയാണ് നമ്മൾ മന്ദത എന്ന വാക്കിന്റെ ഏറ്റവും വലിയ പ്രധാന ഘടകം. ശ്രദ്ധ മാറിപ്പോകരുത്. കാറ്റ് കണ്ട് പേടിച്ചു, മുങ്ങി തുടങ്ങുകയാൽ. കാറ്റ് കണ്ടു. ആരെ കണ്ട ഇറങ്ങിയത്? പറ. കാറ്റ് കണ്ടാണ് ഇറങ്ങിയത്? യേശുവിനെ കണ്ടാണ് ഇറങ്ങിയത്? യേശുവിനെ കണ്ടിറങ്ങിയതിന്റെ കാര്യം മനസ്സിലായി. യേശു പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഉറപ്പിൽ ഇറങ്ങിയ ആളാ. എന്നാൽ പകുതി എത്തിയപ്പോഴേക്കും കാറ്റിനെ കാണാൻ തുടങ്ങി. നോക്കിക്കേ, യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയ കാറ്റ് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ആ തൊട്ടും 24 വാക്യം കൊണ്ടോ, പടകോ കര വിട്ട് പല നാഴിക ദൂരത്ത് പോയി. കാറ്റു പ്രതികൂലമായിരുന്നു, തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു നടന്നു വന്നു. അപ്പൊ കാറ്റ് അവിടെ തന്നെ ഉണ്ട്.
കാറ്റ് നിൽക്കുമ്പോൾ തന്നെയാണ് പത്രോസ്ലീഹ പറഞ്ഞത്, കർത്താവേ നീ ആണെങ്കിൽ എന്നോട് വരാൻ പറഞ്ഞു. അപ്പൊ കാറ്റില്ലാഞ്ഞിട്ടല്ല, കാറ്റ് അവിടെ ഉണ്ടായിരുന്നു, കാറ്റ് അവിടെ പ്രസന്റ് ഉണ്ടായിരുന്നു. പക്ഷെ യേശു പറഞ്ഞപ്പോൾ കാറ്റിനെ മൈൻഡ് ചെയ്യാതെ പത്രോസ്ലീഹ ഇറങ്ങിയ പത്രോസ്ലീഹ 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് കൊള്ളാം, യേശു എന്നെ നിർത്തിയെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു ചിന്ത, ദൈവമേ കാറ്റ് അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കാറ്റിലോട്ടൊരു ശ്രദ്ധ. ഇത് തന്നെയാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് സംഭവിച്ചത്. അവർ യഹോവയുടെ വാഗ്ദത്തം കേട്ട്, ദൈവം ഞങ്ങളിപ്പോ പാലും തേനും ഒഴുകുന്ന സ്വപ്നം കണ്ട് ഇറങ്ങിയ സമയത്ത് അവിടെ ഫറവോൻ ഓൾറെഡി അവിടെ ഉണ്ട്, ഫറവോന്റെ ശക്തി അവിടെ തന്നെ ഉണ്ട്. പെട്ടെന്നൊരു ചിന്ത, ഞങ്ങൾ നശിക്കുവോ, പാതി വഴിയിൽ നിന്ന് പോകരുതേ. എൻ്റെ കൂടെ പറഞ്ഞാട്ട്, ഒരു വചനം എനിക്ക് കിട്ടിയാൽ ഞാൻ ആ വചനത്തിന്റെ നിവൃത്തിയിലേക്ക് യാത്ര ചെയ്യുവാന്ന് പറ. ആമേൻ. അപ്പൊ ഒരു വചനം നമുക്ക് കിട്ടിയാൽ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലായിക്കോട്ടെ, ഒരു വചനം കൈ കിട്ടിയാൽ ഇപ്പോൾ ഇത് അക്ഷരരൂപത്തിലാ, നാളെ ഇത് എന്തായി മാറും, ഇതെന്റെ ജീവിതത്തിൽ അത്ഭുതമായി തീരും. അപ്പൊ ഞാനൊരു യാത്ര ചെയ്യുകയാണ്. മിസ്രൈം ഇത് പുറപ്പെട്ട ജനം യാത്ര ചെയ്തതുപോലെ ഞാനൊരു പ്രോമിസിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. പത്രോസ്ലീഹ വെള്ളത്തിന്റെ മീതെ യേശുവിന്റെ അടുക്കലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാവോ? എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്കത് കിട്ടാതിരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുക, കാരണം നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നു. ഒരു വാഗ്ദത്തം കേട്ടാൽ ശക്തി നമുക്ക് ആവശ്യം. ഞാൻ ചോദിച്ചോട്ടെ, പത്രോസ്ലീഹ വെള്ളത്തിന്റെ മീതെ നിന്നത് മാജിക് ആണോ അതോ ദൈവത്തിന്റെ ശക്തിയാണോ? പറ, ഇത് ഏതാ സംഭവിച്ചവിടെ? കണ്ടോ? അപ്പൊ വചനം നിവർത്തിയാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ശക്തി വേണം. ശക്തി എവിടുന്ന് കിട്ടും? പറ, ശക്തി എവിടുന്ന് കിട്ടും? ഈ ശക്തി എവിടുന്ന് കിട്ടും? വെള്ളത്തിന്റെ മീതെ നിൽക്കാനുള്ള ശക്തി എവിടുന്ന് കിട്ടും? കണ്ടോ? അപ്പൊ ദൈവത്തിൽ നിന്നുള്ള ശക്തി കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് കൂടുതൽ അടുക്കണ്ടേ? ഒരു വചനം കേട്ടാൽ, ഒരു വാഗ്ദത്തം കിട്ടിയാൽ, പ്രവചനം കേട്ടാൽ നമ്മൾ അത് പ്രാപിക്കാതിരിക്കാൻ തക്കവണ്ണം ദുഷ്ടൻ എന്ത് ചെയ്യും? പല പ്ലാന് വിടും. എന്താ പ്ലാൻ വെച്ചാൽ നമ്മുടെ ശ്രദ്ധ മാറ്റും. പക്ഷെ ശക്തി പ്രാപിക്കും തോറും വാഗ്ദത്തങ്ങൾക്ക് ജീവൻ വ്യാപരിക്കും. ഇനി ഞാൻ ആ വാക്യം ഇന്ന് എടുക്കുന്നില്ല വിചാരിച്ചു നോക്കി. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, അങ്ങനെ സാറായും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ആമേൻ. അപ്പൊ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയപ്പം, എങ്ങനെ എണ്ണുക എന്ന് പറഞ്ഞു? 1 2 3 4 യഹോവ എന്നാണ് എണ്ണിയത്? അല്ല, ദൈവത്തോട് കൂടുതൽ അങ്ങോട്ട് അടുത്തപ്പോൾ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. അതുവരെ നിർജീവമായി പോയ ഗർഭപാത്രമായിരുന്നു. അതുവരെ ഒരിക്കലും തലമുറ ഉണ്ടാകത്തില്ലെന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞ, ഡോക്ടർ പറഞ്ഞ കുഞ്ഞുണ്ടാകത്തില്ലെന്ന് എല്ലാം പറഞ്ഞ് സർട്ടിഫിക്കറ്റും കൊടുത്തതാ. പക്ഷെ സാറാ തീരുമാനിച്ച് ഇന്ന് ഞാൻ എല്ലാം വിട്ടിച്ച് കർത്താവിനോട് പറ്റിച്ചേരാൻ വേണ്ടി പോവാ. പണ്ട് യോശുവയും കാലേബും ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ട് കൂടുതൽ എന്ത് ചെയ്യാം? പറ്റിച്ചേരാം. നോക്കിക്കേ, എബ്രായ ലേഖനം 11 പണം നോക്കിക്കേ. അങ്ങനെ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനം. അപ്പൊ പുത്രനെ ഉത്ഭവിക്കാനുള്ള ശക്തി ആ ഗർഭപാത്രത്തിനില്ല. നിർജീവമായി പോയതിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചു? ശക്തി പ്രാപിച്ചു. അപ്പൊ വചനം കേട്ട വ്യക്തിക്ക് എന്തു വേണം? ശക്തി വേണം. ഇല്ലെങ്കിൽ മതിലെ എഴുതി വെച്ച വചനം പോലെയാ, കുറെ കഴിയുമ്പോൾ പൂപ്പല് വരും, പായല് വരും, കുറെ കഴിയുമ്പോഴേക്കും കാലം കഴിയുമ്പോഴേക്കും അത് ഇടിഞ്ഞു പോകും. ഇത് തന്നെയാണ് പല വിശ്വാസിക്കും സംഭവിക്കുന്നത്. എന്നാൽ മന്ദതയുള്ളവരാകാതെ, ആമേൻ, ശ്രദ്ധയാണ് വളരെ പോയിന്റ്. ഇനി എങ്ങനെ ശ്രദ്ധയിലേക്ക് വരാൻ പറ്റും? ശ്രദ്ധ ഇനി ശ്രദ്ധിച്ചു. ഞാൻ ഇത് ഇന്ന് ശരിക്കും പറഞ്ഞ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷമാണ് നമ്മൾ ധ്യാനിച്ചു വന്നത്. എൻ്റെ ഉള്ളത് കർത്താവ് പറയും, വീണ്ടും ഈ കാര്യത്തെ നിങ്ങളോട് പഠിപ്പിക്കണം. നോക്കിക്കേ, മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറയുന്ന വാക്ക് നോക്കി. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കും, നമ്മൾ എപ്പോഴും പറയുന്ന വചനം അല്ലേ? ഒന്ന്, യേശു ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. എന്താ ദൈവത്തിൽ വിശ്വാസം? ഫോക്കസ് ആണ് അവിടെ യേശു പറയുന്നത്. ഫോക്കസ്. നമുക്ക് പത്രോസിലേക്ക് ഒന്ന് പോവാം. വെള്ളത്തിന്റെ മീതെ ചാടി ഇറങ്ങി കാറ്റ് പ്രതികൂലമാണെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട് അവിടെ. ഈ ഭയങ്കര കാറ്റടിക്കുന്നു. നമുക്ക് ആ ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. പത്രോസ്ലീഹ നിൽക്കുന്ന കപ്പൽ അല്ലെങ്കിൽ ആ ഒരു ബോട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, കടലിലെ വലിയ തിരമാല കാരണം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന പത്രോസ്ലീഹ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, നീ ആകുന്നുവെങ്കിൽ കൽപ്പിക്കുക, ഞാൻ ഇപ്പൊ ചാടാൻ വേണ്ടി പോവാ. കർത്താവ് പറഞ്ഞു, ഇങ്ങോട്ട് പോര്. ഉടനെ ഇളകി മറിഞ്ഞ ആ പടകിൽ നിന്ന് പത്രോസ് കാലെടുത്ത് വെച്ചപ്പോൾ കാല് തേണ്ട കോൺക്രീറ്റ് നിൽക്കുന്ന പോലെ ഉറച്ചു നിൽക്കുക. അടുത്ത സ്റ്റെപ്പ് വെച്ച് ഒരു കുഴപ്പമില്ല. 2ാം സ്റ്റെപ്പ്, 3ാം സ്റ്റെപ്പ്, 4ാം സ്റ്റെപ്പ്. പെട്ടെന്ന് യേശുവിന്റെ നോക്കി ഇറങ്ങിയ ആള് തിരമാലയിലേക്ക് നോക്കാൻ തുടങ്ങി, കാറ്റിനെ നോക്കാൻ തുടങ്ങി. ഓർത്തോണേ, ഇതൊരു യാത്രയാണ്. വാഗ്ദത്തം നിവർത്തി ആകുന്നത് വരെ ശ്രദ്ധ മാറിപ്പോകരുതേ.
ശ്രദ്ധ മാറിപ്പോകരുത്. ഒരു വാക്തത്വം കിട്ടിയാൽ, ഒരു പ്രവചനം കിട്ടിയാൽ അന്ന് വരെ നിങ്ങൾ ആകെ നേരത്തെ 1 മണിക്കൂറെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കണം. കാര്യം ശ്രദ്ധ മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധ മാറരുത്. അതുകൊണ്ടാണ് പല പ്രവചനങ്ങളും കേട്ടിട്ട് ബ്രദറെ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. എന്ത് കറക്റ്റാ കൃത്യ, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, കൂടുതൽ ശക്തി നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ജീവിക്കുന്നത് ലോകത്തില. ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ നോക്കിക്കേ. റോമാലേഖനം 4-ാം വാക്യത്തിൽ പറയുന്നു, അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അപ്പൊ ക്ഷീണിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. ക്ഷീണിക്കാതിരിക്കണമെങ്കിൽ ശക്തി ആവശ്യമാണ്. ആമേൻ. നോക്കിക്കേ, ഇനി മത്തായി നമുക്ക് ഇവിടെ വാക്യേശു ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഇവിടെ നോക്കിക്കേ, പറയുന്നത് സംഭവിക്കും. ഞാൻ ഇന്നാളെ നമ്മൾ ഈ വാക്യം എടുത്തായിരുന്നല്ലേ, ഒരു വിശ്വാസി പറയണം, പറയുന്നത് സംഭവിക്കും. പറച്ചിൽ നിർത്തിയാൽ എന്നാ സംഭവിക്കും എന്നറിയാവോ? പറച്ചിൽ നിർത്തിയാൽ ഇവിടെ എന്നാ വചനം പറഞ്ഞിരിക്കുന്നത്? പറയുന്നത് സംഭവിക്കുമെങ്കിൽ പറച്ചിൽ നിർത്തിയാൽ അത് കാണാൻ പറ്റത്തില്ല. പറയണം. നിങ്ങൾ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഇത് നോക്കിക്കേ, ഹൃദയത്തിൽ സംശയിക്കരുത്, താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോകാതെ, അങ്ങനെ സംഭവിക്കും. പറയുന്നത് സംഭവിക്കും. പറയുന്നത് സംഭവിക്കും. മറന്നു പോകരുതേ. വാക്തത്വങ്ങൾ പറയണം. വാക്തത്വങ്ങൾ എന്തിനാ ബ്രദർ ഈ പറയുന്നതെന്നറിയാവോ? പറയുന്നതും തോറും നോക്കിക്കേ, ഇവിടെ എബ്രായ ലേഖനത്തിന്റെ അകത്ത് പറയുന്നു, അങ്ങനെ സാറായി വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. വചനം പറയും തോറും ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. വചനം പറയും തോറും ശക്തി നിറഞ്ഞുകൊണ്ടേയിരിക്കും. കണ്ടോ? എത്രത്തോളം വചനം പറയുന്നു അത്രത്തോളം നിങ്ങൾ ഈ ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. വചനത്തിന് ശക്തിയുണ്ട് പ്രിയരെ. ഇനി വായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ അതിന് മൂർച്ചയുണ്ട്. അത് പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളഞ്ഞു ചെല്ലും. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ വചനം വചനമായിട്ടല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും അത്രേ നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിട്ട് പൗലോസ് 1-ാം അധ്യായത്തിൽ, ഞങ്ങൾ പറഞ്ഞ വചനം വചനമായി മാത്രമല്ല, അതായത് വെറും ഒരു വാക്ക് പോലെയല്ല, ഇതിങ്ങനെ ശക്തിയോടെയാ വരുന്നത്. തെസ്സലോനിക്കർ 1:5 എടുത്ത് നോക്കിയാൽ മതി, എടുക്കുന്നില്ല, സമയമില്ല. അപ്പൊ പൗലോസ് പറയാം, തെസ്സലോനിക്ക സഭയോട് പറയാം, ഞാൻ പറഞ്ഞ വചനങ്ങളൊക്കെ ചുമ്മാ വാക്കുപോലെ അല്ല വന്നത്, അത് ശക്തിയോടെ വന്നത്. കണ്ടോ? അപ്പൊ വചനം എങ്ങനെ വരുന്നത്? ശക്തിയോടെ വരുന്നത്, പരിശുദ്ധാത്മാവിന്റെ നിശ്ചയത്തോടുകൂടെ. അപ്പൊ വചനം പറയും തോറും ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. എവിടെയാ പ്രശ്നം എന്നറിയാവോ? ഈ പറച്ചില് നമുക്ക് പ്രോത്സാഹനം കിട്ടാത്തത് എപ്പോഴും നമ്മൾ സാഹചര്യങ്ങൾക്കകത്ത് മുങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ സൗനോട് അദ്ദേഹം ഒരു വചനം കേട്ടു, ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത 2 പേർ തമ്മിൽ കണ്ടുമുട്ടി. ദൈവാത്മാവ് സംസാരിക്കുക, ഇന്ന വ്യക്തി ഇതിന്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഉടനെ ബ്രദറെ, എനിക്ക് അങ്ങനെ വ്യക്തിയെ പരിചയമില്ല, പക്ഷെ 3-4 മാസത്തിന് ശേഷം കല്യാണ വീട്ടിൽ വെച്ച് ഇങ്ങനെ പരിചയപ്പെട്ടു, കറക്റ്റ് പേര്, കറക്റ്റ് ആള്, മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നു, ഇയാളുടെ ജോലി ഫീൽഡുമായിട്ട്. അപ്പോൾ ഇതൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇല്ല. കാര്യം ഈ കല്യാണത്തിന് പോയില്ലെങ്കിൽ ഈ പുള്ളി മിസ്സാകത്തില്ല. പക്ഷെ കല്യാണത്തിന് പോയി, ഇനി കല്യാണത്തിന് വന്നാൽ തന്നെ ഇവർ തമ്മിൽ കണ്ടുമുട്ടണമല്ലോ. കണ്ടോ? ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനാണ്. അപ്പൊ കർത്താവ് ഇത് ബ്രദർ ചിന്തിക്കുക, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ പുള്ളി കല്യാണത്തിന് പോകും, 4 മാസം കഴിഞ്ഞ്, ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാ, ആ കല്യാണ വീട്ടിൽ വെച്ച് ഇന്ന ആളെ കണ്ടുവിട്ടു, അപ്പോൾ ഉടനെ ഒരു പ്രവചനം അങ്ങ് പറഞ്ഞേക്കാം. നോക്കിക്കേ, അങ്ങനെ സംഭവിച്ചതാണല്ല. ഇത് മൊത്തം കേട്ടു. ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കാൻ വേണ്ടി വരും, ബ്രദറെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ആര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാൻ മറന്നുപോയി, എനിക്കിപ്പോൾ ഓർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ബ്രദർ, കർത്താവേ, ആ പുള്ളിയുടെ പ്രവചനം കേട്ടു, അവിടെ നിവർത്തിക്കണം. എത്രയോ ആൾക്കാർ, 100 കണക്കിന് ആൾക്കാരുടെ ഇപ്പോൾ എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങളാണ് വാഗ്ദത്തം അവകാശം പ്രാപിക്കേണ്ടത്. ബ്രദർ അല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളാണ് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവർ, അനുകാരികളാകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇമിറ്റേറ്റ് ചെയ്യണം. നോക്കിക്കേ, ഇതേപോലെ നമ്മൾ ഇമിറ്റേറ്റ് ഉണ്ട്. ഇപ്പൊ ഇന്നലകളിൽ എന്താ അവർ ചെയ്തത് നോക്കാം നമുക്ക്. ഇന്നലകളിൽ അവർ ചെയ്തതുപോലെ നമുക്ക് അവരെ എന്ത് ചെയ്യുക? ഇമിറ്റേറ്റ് ചെയ്യുക. എന്താ അവർ ഇമിറ്റേറ്റ് ചെയ്തത്? ആവർത്തന പുസ്തകം 6-ാം വാക്യത്തിൽ പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം, ചാടിപ്പോകരുത്. ശ്രദ്ധിച്ചോണേ, ഹൃദയത്തിൽ ഇരിക്കണം. ഓർത്തണം. അപ്പൊ വചനം എവിടെ ഇരിപ്പുണ്ട്? ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ഇനി ശക്തി വേണം. വചനം ഹൃദയത്തിൽ ഇരുന്നാൽ മാത്രം പോരാ, ശക്തി വേണം. അതിന് നീ എന്ത് ചെയ്യണം? അതിന്റെ മക്കളെ ഉപദേശിച്ചു കൊടുക്കണം.
വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം. നോക്കി, അവയെ പറ്റി, വചനത്തെ പറ്റി സംസാരിക്കണം. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പറയണം, എന്നാ പറയണം? എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തിരം ഞാൻ അത്ഭുത രോഗസൗഖ്യത്തിൽ നടക്കും. എന്നിട്ട് ഞാൻ പോയി കോട്ടയത്തും എറണാകുളത്തും കൊല്ലത്തും ലോകം മുഴുവനും പോയിട്ട് യേശു എന്നെ സൗഖ്യമാക്കിയ സാക്ഷ്യം ഞാൻ പറയും. കണ്ടോ, ഇവയെ പറ്റി സംസാരിക്കണം. നോക്കിയേ, അവയെ അടയാളമായി കയ്യിൽ കെട്ടണം. അവന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമാകണം. എന്നിട്ട് കുറെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ആ കണ്ണാടി നോക്കുന്ന എല്ലാ ദിവസവും പോയി നമ്മൾ മുടി ചെയ്യാൻ വേണ്ടി കണ്ണാടി നോക്കൂല്ലോ, ഉറപ്പാ. ആ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കണ്ണാടി ഒട്ടിച്ചു വെക്കണം. മുടി ചെയ്യുമ്പോഴും നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോഴും കണ്ണാടി നോക്കി വേണ്ട വചനം പറയണം. എവിടെയൊക്കെ ഒട്ടിച്ചു വെക്കാവോ അവിടെ എല്ലാം എനിക്കറിയാം. ഒരു ബ്രദർ പറയും, ഞാൻ ടോയ്ലറ്റ് വരെ ഒട്ടിച്ചു വെച്ചതാ പറഞ്ഞത്. ആലോചിച്ച് നോക്കി, ടോയ്ലറ്റ് വരെ അദ്ദേഹം വചനം ഒട്ടിച്ചു വെച്ചു. കാര്യം എവിടെ പോയാലും വചനം കാണണം. കാര്യം ശ്രദ്ധ മാറിപ്പോകരുത്. വചനം പറയും തോറും ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. തെസ്സലോനിക്ക ലേഖനം പറയുന്നു, വചനം വാക്യമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയത്തോടും അത്രേ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ആമേൻ. അപ്പൊ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ മന്ദതയുള്ളവരാകരുതേ. എന്താ അവിടെ പറഞ്ഞു വന്നത്? മന്ദത അകത്തോട്ട് കയറരുത്. നിങ്ങൾ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, എന്തിനെ ശക്തിപ്പെടുന്ന അറിയാവോ? വാഗ്ദത്തങ്ങൾ നിറവേറി കാണണം. അതുകൊണ്ടാണ് പലർക്കും വചനം കേട്ടിട്ടും അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാത്തതിന്റെ കാരണം. അവർ പറയും, ബ്രദറെ, ഞാൻ കൂട്ടായ്മയിൽ പോയി എല്ലാ ഞായറാഴ്ച അവിടെ പോയി പ്രാർത്ഥിക്കും, ആരാധിക്കും, തിരിച്ചു വരും, കഞ്ഞിയും കറിയും വെക്കും. പറയുന്നുണ്ടോ നിങ്ങൾ? പറയും തോറും ശക്തി വ്യാപരിക്കും പ്രിയരെ. ഈ ശക്തി നിറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഒഴുകും. പറയുമ്പോൾ ശക്തി അങ്ങോട്ട്. വചനം പറയുന്നു, ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അപ്പൊ ഹൃദയത്തിന്റെ അകത്തോട്ട് ഇരിക്കുന്ന വചനത്തിന്റെ അകത്തോട്ടൊരു നിറവ് വെളിപ്പെട്ടാൽ പുറത്തേക്ക് ഒരു ഒഴുക്കുണ്ടാവും. ഈ ഒഴുക്കാണ് അത്ഭുത സാക്ഷ്യമായി വെളിപ്പെടുന്നത്. കണ്ടോ, ഇപ്പോൾ അത് അക്ഷരമായി കയറിയിരിക്കുക. ഇനി അത് അത്ഭുതമായി മാറണമെങ്കിൽ ശക്തി വേണം. ഈ ശക്തി ആർക്ക് ഉണ്ടാവും? വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഉണ്ടെന്ന് ബൈബിളിൽ നമ്മൾ കേട്ടല്ലോ. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു കേട്ടോണം. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, പറയുന്നത് സംഭവിക്കും. പറയുന്നത്. അപ്പൊ ബ്രദറെ, ഞാൻ പറയുന്നുണ്ട് ബ്രദറെ എന്നല്ല, കാണുന്നത്. അതാണ് മന്ദതയുള്ള. ലേസി ആകരുത്. നിങ്ങൾ മന്ദതയുള്ളവരാകരുത്. ചാർജ് ആകണം. മനസ്സിലായോ? കർത്താവ് ഒരു ആഗ്രഹം വേണം. ഞാൻ കുറേ വചനം കേൾക്കുന്നുണ്ട് ബ്രദർ എന്നല്ല, എനിക്കത് പ്രാപിക്കണം. എൻ്റെ കൂടെ പറഞ്ഞു, എനിക്കത് പ്രാപിക്കണം. ഒരു വാശിയകത്തോളം എനിക്ക് ആ വചനം മുഴുവൻ എന്ത് ചെയ്യണം? അനുഗ്രഹം മുഴുവൻ പ്രാപിക്കണമെന്ന് പറ. അവിടെ ഇവിടെ എല്ലാം പോയിട്ട് കാണുന്നവർക്കെല്ലാം പ്രാർത്ഥിച്ചിറക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പകരം ഇതെല്ലാം അതാണ് പറയുന്നത്, നിങ്ങൾ വാഗ്ദത്തം പ്രാപിക്കുന്നവർ അനുകാരികളാകണം. അവരെങ്ങനെയാ പ്രാപിച്ചത്? അവര് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എണ്ണി പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. കണ്ടോ, ഇല്ലാത്ത കാര്യത്തെ നമുക്ക് ബൈബിളിലെ വചനം നിവർത്തിക്കണമെങ്കിൽ ശക്തി വേണം പ്രിയരെ. പിശാച് കാണാപ്പാടെ വചനം പറഞ്ഞു വെച്ചേക്കും, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് കാണാപ്പാടെ. പക്ഷെ അവനത് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. കാര്യം ശക്തി അകത്ത് വിശ്വാസം പ്രവർത്തിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടാകണമെങ്കിലും വചനം പറയണം. വചനം പറയും തോറും വിശ്വാസമായി മാറും. അയ്യോ ബ്രദർ, എനിക്ക് ബ്രദറിന്റെ അത്രയും വിശ്വാസമില്ല, സിസ്റ്ററുടെ അത്രയും വിശ്വാസമില്ല. കാര്യം ഞാൻ പറഞ്ഞു, വചനം പറയാഞ്ഞിട്ടാ. വചനം പറയുമ്പോൾ വിശ്വാസം ഉണ്ടായി വരും. വിശ്വാസം വരുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ശക്തി ഉണ്ടായി വരും. ശക്തി ഉണ്ടായി വന്നാൽ ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും. കണ്ടോ, എവിടെ വന്ന് നിൽക്കുക നമ്മളിപ്പോ? അപ്പൊ ഈ ദിവസങ്ങളിൽ ഏത് വാഗ്ദത്തമാണോ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അവയെപ്പറ്റി സംസാരിക്കണം. അടുക്കളയിൽ നിൽക്കുമ്പോഴേക്കും അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ പറയണം. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകൾ ദേശത്ത് കർത്താവിൻ്റെ അനുഗ്രഹത്തിന്റെ സാക്ഷികളായി മാറും. എൻ്റെ കുടുംബജീവിതം, ഇന്ന് ഭർത്താവ് മദ്യപാനിയായിരിക്കാം, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും പറയണം. അപ്പം മടുത്തു പോകും ബ്രദറെ, ഞാൻ എന്നാ ചെയ്യണം? കൂട്ടായ്മയിൽ ശക്തിപ്പെടണം. ഈ ശക്തി കൂടുതൽ 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 എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. ദൈവത്തോട് പറ്റിയിരിക്കണം. മനസ്സിലായോ? വാശി കയറണം. 100 രൂപയുടെ ബൈബിൾ മേടിച്ച് കൈ വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയോ? ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി അല്ല, പകരം ഇതിൻ്റെ അകത്തിരിക്കുന്നത് മുഴുവനും അനുഭവിക്കാൻ വേണ്ടിയാ. വാശി വേണമേ, അകത്തൊരു വാശി കയറണമേ. അതുകൊണ്ടാണ് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സാറാമിച്ച് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം. ആദ്യം ചിരിച്ചയാൾ അടുക്കള നിന്നുകൊണ്ട്, യഹോവയായ ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിനക്ക് മകനെ തരും, ഒട്ട് പൊട്ടിച്ചിരി. പിന്നെ 100 വയസ്സുള്ള ഞാനിനി ഇപ്പം ഗർഭം ധരിക്കാൻ വേണ്ടി പോവല്ലേ? 90 വയസ്സുള്ള എൻ്റെ ഭാര്യ സാറ ഇപ്പം കുഞ്ഞിനെ തരാൻ വേണ്ടി പോവല്ലേ?
അമ്മച്ചി അടുക്കളയിൽ നിന്ന് ചിരിച്ചാൽ അമ്മച്ചി കൊണ്ട് ചിരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. യഹോവ വിടാൻ ഉദ്ദേശമില്ല. യഹോവ പേര് വരെ ഇട്ട് ഇസഹാക്ക്. കണ്ടോ, സാറാമ്മച്ചിക്ക് മനസ്സിലായി. ഇനി ആണോ പെണ്ണോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. കർത്താവേ, ഇസഹാക്കിനായി നന്ദി. കൂടുതൽ അങ്ങോട്ട് പറ്റിച്ചേര്. ശക്തി വേണം. ശക്തി എവിടുന്ന് കിട്ടും? ദൈവത്തിൽ നിന്ന് കിട്ടും. എങ്ങനെ കിട്ടും? വചനവുമായുള്ള ബന്ധം. അതാണ് പല ആൾക്കാരും ദൈവികമായിട്ടുള്ള ആലോചനകൾ കേട്ടുകഴിഞ്ഞാൽ അവർക്ക് ആദ്യം സംഭവിക്കുന്ന ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിശാച് അവരെ ഈ ഇളകുന്ന കാറ്റ് കാണിച്ച് ശ്രദ്ധ മാറ്റും. ഓ, ഇപ്പൊ ചിലർ പറയും, ബ്രദറെ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല. മന്ദതയകത്ത് കയറിയിട്ടുണ്ട്. സൂക്ഷിക്കണവേ. ഈ പോക്ക് പോകുന്ന മുങ്ങാൻ വേണ്ടിയാ. വെള്ളത്തിൽ മുങ്ങാനുള്ള പോക്കാ ഈ പോക്ക്. ഓ, പഴയ പോലെ ഇപ്പം ബ്രദറെ പ്രാർത്ഥനയ്ക്ക് കയറാൻ തോന്നുന്നില്ല. അങ്ങോട്ടങ്ങ് മടിയാ. മുങ്ങാനുള്ള പോക്കാ ഇത്. ഉറപ്പിച്ചോണം. മന്ദത കയറി ഉറപ്പിച്ചത് നേരെ പോകുന്നത് എങ്ങോട്ടാ? മുങ്ങാൻ വേണ്ടിയാ. പത്രോസ്ലീഹ മുങ്ങിയതുപോലെ യേശു പറ, അല്പവിശ്വാസി, നീ എന്തിനാ സംശയിച്ചത്? നിനക്ക് എന്താ വേണ്ടത്? ഒരു വീട് പണിയാൻ തുടങ്ങിയെന്ന് വിചാരിച്ചു. നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു വീട് നമ്മൾ പണിയാൻ തുടങ്ങിയാൽ തറ കെട്ടി, ഓ മടുപ്പ്, വേണ്ടായിരുന്നു എന്നാണോ? നമുക്കൊരു വാശി വന്നില്ലേ? ഓ, ഇതിൻ്റെ അകത്തൊരു വീട് കാണണം. തറ വെച്ചപ്പോൾ തന്നെ ആ പറമ്പിൽ ആകെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. കാടെല്ലാം വെട്ടിത്തെളിച്ചൊരു തറ കെട്ടിയപ്പോഴേക്കും മനസ്സിൻ്റെ അകത്തൊരു സ്വപ്നം. 4 ചുവര് വേണം. അയ്യോ, 4 മുറി വേണം. വലിയൊരു ഹോള് വേണം. 2 നില വേണം. കണ്ടോ, ഒരു ആഗ്രഹം വന്നില്ലേ? പിന്നെ അതിനുവേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങിയില്ലേ? കണ്ടോ, ഇതേപോലെ നമ്മൾ ഒരു വാക്തത്വം കിട്ടിയിട്ട് നമുക്ക് മന്ദത വരുന്നുണ്ടെങ്കിൽ, ക്ഷീണം വരുന്നുണ്ടെങ്കിൽ, ഉറപ്പിച്ചോ എവിടേക്കോ മുങ്ങാൻ വേണ്ടിയുള്ള പോക്ക. പേടിക്കരുതേ. ഒറ്റ കാര്യം പറ, ആ വാക്തത്വം പറ. കരയുമ്പോൾ പറ, നടക്കുമ്പോൾ പറ. ഒരു ശീലമാക്കി മാറ്റി. ശക്തി വ്യാപരിച്ചാൽ സംഭവം ക്ലീനാ. സാറാമ്മച്ചിക്ക് മനസ്സിലായി. അങ്ങനെ സാറായും വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണികയാൽ പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കൂടെ ഇന്ന് വിശ്വസിച്ച്, എനിക്കിന്ന് കർത്താവിൻ്റെ നാമത്തിൽ വാക്തത്വങ്ങളെ പ്രാപിക്കുന്നവരുടെ ഞാൻ അനുകാരിയാകാൻ വേണ്ടി പോവാം. എനിക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കണം. എനിക്ക് ദൈവത്തിൻ്റെ അത്ഭുതം ഒന്ന് അനുഭവിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിൻ്റെ മുഖങ്ങൾ ഇപ്പോൾ വ്യാപരിക്കട്ടെ അപ്പ. കർത്താവെ, അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശക്തി ഓരോ വ്യക്തികളുടെ മേൽ എന്ന് പ്രാർത്ഥിച്ച്, എന്ന് വിശ്വസിച്ച് ആ വാട്ടത്തങ്ങളൊക്കെ ഒന്ന് ഉരുവിട്ടെ. വാക്തത്വങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്, നിങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ വാക്തത്വങ്ങൾ ഏറ്റുപറ. വാക്തത്വങ്ങൾ ഏറ്റുപറയുമ്പോൾ ശക്തി വ്യാപരിക്കും. പറഞ്ഞുകൊണ്ടിരിക്കുക. ബ്രദറെ, ഒന്നും നടക്കുന്നില്ല, പറ. യാത്ര തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം എത്താറായി. ഓ, ഞാൻ മടുത്ത് ബ്രദറെ. വാതി വഴിയിൽ മുങ്ങിപ്പോയ മിസ്രൈമിലെ പോലെ ആകാതെ, ബൈബിളിൽ നിന്ന് പുറപ്പെട്ടതുപോലെ യോശുവേനെ കാലേബിനെ പോലെ എന്നാ പ്രശ്നം വന്നാലും ഞങ്ങളുടെ ലക്ഷ്യം കനാൻ ദേശമാണ്. കണ്ടോ, കനാൻ ദേശമാണ്. പാതി വഴിയിൽ നിന്ന് പോകരുതേ. ദൈവം പോഷ്ക്ക് പറയത്തില്ല. ദൈവം നുണ പറയത്തില്ല. ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കും. ഒരു വചനം കിട്ടിയാൽ ഇതൊരു യാത്രയാണ്. ഇതിന്റെ നിവൃത്തിയിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ചോണേ, പാതി വഴിയിൽ മടുത്തു പോകുമ്പോൾ ആരാധന വർദ്ധിപ്പിക്ക്, കൂട്ടായ്മകൾ വർദ്ധിപ്പിക്ക്, വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഒറ്റയ്ക്ക് പോകരുതേ. ചിലപ്പോൾ നിങ്ങൾ തളർന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും മന്ദത വരരുത്. ക്ഷീണം വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം. മടുപ്പ് വരുമ്പോൾ 2 പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പോകണം. അവിടെ പോയിട്ട് അതും ഇതും കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മയിലൊന്നും പോകരുത്. ഉള്ള വിശ്വാസം കളയുന്ന കൂട്ടായ്മയിലൊന്നും പോയേക്കരുത്. വിശ്വാസത്തിൽ ബലപ്പെടുന്ന കൂട്ടായ്മയിൽ പോകണം. അവിടെ പോയിരുന്ന് അനുകരിക്കണം. നിങ്ങൾ അവിടെ പോയിട്ട് സാക്ഷ്യം കേൾക്കണം. അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സാക്ഷ്യങ്ങൾ വേറെ ആൾക്കാർ സംഭവിച്ചിട്ടുണ്ടോ അന്വേഷിക്കണം. അവരുടെ സാക്ഷ്യം കേൾക്കണം. എല്ലാ ദിവസവും കേൾക്കണം. വചനം പറയണം. ഹല്ലേലൂയ. വിശ്വാസത്തെ വർദ്ധിപ്പിച്ചെടുക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. നന്മ കൊയ്യട്ടെ, നന്മ കൊയ്യട്ടെ, നന്മ കൊയ്യട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. ഓ ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു വിനോദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കർത്താവിനുള്ളത് വെളിപ്പെടുത്തുക. ഞാൻ ഭവനത്തിൻ്റെ അകത്ത് ഈ മുന്തിരിക്കൊല, നമുക്കൊരു പർപ്പിൾ കളറിൽ ഇങ്ങനെ നിൽക്കുന്ന
ഒരു ഏതോ ഒരു എന്തോ ഒരു കളർ, പ്രത്യേകിച്ച് നമുക്ക് സാധാരണ വചനങ്ങളാണ് അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഭവനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മുന്തിരിക്കൊലയുടെ പടങ്ങൾ പ്രത്യേകിച്ച് എഴുതുന്നത് ആ പർപ്പിൾ കളറിൽ ഇങ്ങനെ വരുന്ന വചനത്തിന്റെ പോസ്റ്റർ വരുന്നത് ഈ കൂടുതലും വചനത്തിന്റെ അകത്താണ് ഞാൻ കണ്ടിരിക്കുന്നത്, വേറെ എനിക്കറിയത്തില്ല. പക്ഷെ വിനോദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ നാമേൻ പറഞ്ഞ് സ്വീകരിച്ചോണെ. ആ കുടുംബത്തിന്റെ മേൽ ഈ ഒരു വാക്ക് കർത്താവ് കൊണ്ട് പറയുക, 6 വർഷമായി നിന്നിരുന്ന ബ്ലോക്കുകളെ കർത്താവ് ഇന്ന് എടുത്തു മാറ്റാൻ വേണ്ടി പോവാണ്. വിനോദുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണെ. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആമേൻ പറഞ്ഞ് ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ പറയുക, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഈ കുടുംബത്തിന്റെ അകത്ത് ഇഷ്ടം, ഞാൻ ഈ പർപ്പിൾ കളറിലെ എന്തോ ഒരു എഴുത്ത്, ഞാൻ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ട് നമ്മളിത് കാണുന്നത് ബൈബിളിലെ വാക്യമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ കയറി വരുമ്പോൾ തന്നെ ഹോളിൽ ഈ പർപ്പിൾ കളറിലെ എന്തോ ഒരു സംഭവം ഡിസൈൻ ചെയ്ത് എന്തോ ഒരു സംഭവം ആ ഭവനത്തിന്റെ അകത്ത് ഇരിപ്പുണ്ട്. അതൊരടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുക. ഭവനത്തിന്റെ അകത്ത് ഇന്ന് അവിടുന്ന് അന്വേഷിക്കുക. ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഒരു അടയാളം 6 വർഷമായി നിന്നിരുന്ന ഒരു ബ്ലോക്ക് അവിടെ പറയണം, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരങ്ങൾ നൽകാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ സഹോദരി സ്വീകരിച്ചോണെ. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ 2016 ഒരു സ്ഥലം മേടിച്ച്, ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ സ്ഥലം മേടിക്കുന്ന സമയത്ത് ആ സ്ഥലത്തിന്റെ അടുത്തായിട്ട് ഇങ്ങനെ മണ്ണടിച്ചിട്ട് കൂന പോലെ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി കർത്താവ് എന്നെ കാണിക്കുക. ഈ 2016 നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് കൂന കൂട്ടിയിട്ടിരിക്കുന്ന മൺതിട്ട പോലെ കൂന കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലവും അതിനോട് ചേർന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ആ ഒരു വ്യക്തിയുടെ അടയാളമാണ് കാണിക്കുന്നത്. ആ വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്, ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് പിശാച് ഒരു തന്ത്രം കൊണ്ടുവന്നിട്ടു, അവൻ്റെ ഒരു ചതി കൊണ്ടുവന്നിട്ടു. ഈ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്തോ വലിയൊരു മഹാസംഭവം പലതും സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഭയം അകത്തോട്ട് കയറ്റിയിട്ടു. ഇന്ന് ആ വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് പറയുന്നു, ഇപ്പോൾ യേശു ആ ഭയനിമിത്തം നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പെട്ട എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നൊരു പേടി എപ്പോഴും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അപ്പൊ ഏത് വ്യക്തിയാണോ അത് ഇപ്പോൾ തന്നെ 2016 സ്ഥലം വാങ്ങിച്ചാട്ട കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ ആഗ്രഹമല്ല നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഭയത്തെ മനസ്സിന്റെ അകത്ത് കയറ്റിയിട്ട്, ചിന്തകളാൽ ഭാരങ്ങളിട്ട് മനസ്സിനെ അലട്ടുന്ന പരിപാടി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. സന്തോഷത്തോടെ ഇരിക്കുക. ആ സ്ഥലം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. നന്ദി കർത്താവേ. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ഇന്നു മുതൽ പറഞ്ഞോണേ, എനിക്കതൊരു നന്മയായി മാറും, എനിക്കതൊരു സാക്ഷ്യമായി മാറും. ഞാനിവിടെ സമാധാനത്തോടെ ഇരിക്കും. ഞാൻ ദൈവസന്നിധിയിൽ, നീയല്ലേ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു എന്ന വചനം പറയുന്നത്. അതേപോലെ തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത്ഭുതകരമായ പ്രവർത്തിക്കായി എന്ന് പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഞാൻ ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഈ ഒക്ടോബർ എന്നുള്ളൊരു മാസം ആ ഭവനത്തിൻ്റെ അകത്ത് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എൻ്റെ വാക്ക് പറയുക, അനർത്ഥങ്ങൾ ആ ഭവനം വിട്ട് ഒഴിഞ്ഞു പോകുന്നു. ദിവ്യ സമാധാനം ആ ഭവനത്തിൻ്റെ മേൽ ഉണ്ടാകാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ. കർത്താവേ, അങ്ങയുടെ ദിവ്യ സമാധാനം അവിടെ ഉണ്ടാകട്ടെ. അങ്ങയുടെ കർത്താവിലുള്ള കൃപകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനർത്ഥം കർത്താവ് എന്ന് പ്രവേശിപ്പാതിരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മയായി തീരട്ടെ,
നന്മയായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ദൈവാത്മാവിന്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. അത്ഭുതകരമായ പ്രവൃത്തി ആ ഭവനത്തിന്റെ മേൽ സംഭവിക്കുന്നല്ലോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ ഞാനൊരു മറ്റൊരു വ്യക്തിയെ കാണിക്കുന്നു. ഈ എറണാകുളം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ നിങ്ങൾ ആ ജില്ലയിലുള്ള വ്യക്തിയല്ല, അതിന്റെ പുറത്തുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ കാണുന്നത്. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തി പുറത്തുനിന്നൊരു സ്ഥലത്തുനിന്ന് വന്നു. പക്ഷേ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ വ്യക്തി ഒരു ബൈക്ക് ഷോറൂമിന്റെ ഇത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആ നിരയിൽ തന്നെ ഉള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടയാളം കാണിക്കുന്നു. പക്ഷെ ആ വ്യക്തിയെ വീണ്ടും ആ ദേശത്ത് കർത്താവ് വീണ്ടും മാനിക്കാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. നിങ്ങളെല്ലാം ഒരു സങ്കടത്തോടെ അവിടെ നിന്ന് മാറിയത്, പക്ഷെ ഇതൊരു അടയാളമാണ് ആ ഒരു സ്ഥലത്തോട്ട് കയറുന്നതായിട്ട് കാണിക്കുന്നത്. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. നന്ദി കർത്താവ്. ഇന്ന് ആ വ്യക്തി ഏതാണ് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആ പട്ടണത്തിൽ തന്നെ, നിങ്ങൾ ആ പട്ടണത്തിലുള്ള വ്യക്തിയല്ല, പക്ഷെ പട്ടണത്തിൽ വീണ്ടും നിങ്ങളെ കൊണ്ടുവന്ന് കർത്താവിന്റെ ഒരു സാക്ഷ്യമാക്കി ദൈവം നിർത്തുമെന്ന് പറയുന്നു, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങയുടെ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. അത്ഭുതകരമായ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യുന്നു, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ ാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ 3 ലക്ഷം എന്നൊരു എമൗണ്ട് കാണിക്കുക. ഇത് നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നു. പക്ഷേ നിങ്ങൾക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രഗിളിലേക്ക് അത് പോകാൻ ഇടയായി തീർന്നു. അത് നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നിരാശപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു. ഇന്ന് ആ വ്യക്തി നോക്കിയിട്ട് കർത്താവ് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചില കൊടുക്കൽ വാങ്ങുകൾ നിമിത്തം മുടങ്ങിപ്പോയ നന്മകൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ നന്മയായി തീരട്ടെ. കർത്താവ് ആ നഷ്ടം വരാതിരിക്കാൻ പറഞ്ഞു. പറഞ്ഞു ഒരു 3 ലക്ഷം രൂപ കൊടുത്തിരുന്നു. 3 ലക്ഷം രൂപയുടെ ബാധ്യത വന്നായിരുന്നു. അത് നമ്മളിപ്പോ കടം മറിച്ച 5,000. ഈ പറഞ്ഞ പോലെ 3 ലക്ഷം രൂപയുടെ എമൗണ്ട് ആണോ വന്നിരിക്കുന്നത്? കേട്ടെ, ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ജനുവരി മാസവുമായിട്ട് ബന്ധപ്പെട്ടതാരാ? ജനുവരി അവന്റെ ബർത്ത്ഡേ ജനുവരിയാ. ഈ കൊടുത്ത ആള് ജനുവരി മാസത്തിൽ ബന്ധപ്പെട്ടത്. ആ വ്യക്തി മാത്രം അവന്റെ ബർത്ത്ഡേ ആ വ്യക്തി മാത്രം ഒന്ന് മൈക്കൊന്ന് ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്ത്. ആ കൊടുക്കൽ വാങ്ങൽ നിമിത്തം ജനുവരി മാസവുമായിട്ട് ജനിച്ച വ്യക്തിയോടെ ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ, ആ ഫിനാൻസിന്റെ കുരുക്കിനെ ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്മയായി തീരട്ടെ, സകല പ്രതിസന്ധികളും നീങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നപ്പ സമാധാനം അവിടെ ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ ജൂലൈ മാസം 10-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ജൂലൈ 10-ന് ജനിച്ചതാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ നമ്മുടെ ഈ വീടിൻ്റെ അകത്തൊരു സ്റ്റെയർ കേഴ്സ് ഉണ്ട്. പക്ഷെ അതിനകത്ത് മുകളിലോട്ട് കയറിപ്പോൾ മുറിയിലേക്കല്ല പോകുന്നത്, അതിങ്ങനെ ടെറസിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ജൂലൈ മാസം 10-ാം തീയതിയാണ് കാണുന്നത് ആ ഒരു വ്യക്തിയുടെ ഭവനം കാണിക്കുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് ഈ 2 വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഈ ഐക്യതപ്പെടാൻ പറ്റാത്ത രീതിയിൽ, സ്വസ്ഥതയെ കെടുത്തുന്ന രീതിയിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ദിവ്യ സമാധാനം ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. കർത്താവ് എല്ലാ കലഹങ്ങളും വിട്ടുപോകട്ടെ. ഇന്ന് ആ കുടുംബത്തിൽ ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് സമാധാനം തരാത്ത മേഖലകളെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ, അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ, അത്ഭുതകരമായ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ
ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവെ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. അല്ല, അനാവശ്യമായിട്ട് ആരും മൈക്ക് മ്യൂട്ട് ചെയ്യല്ലേ, മാറ്റരുതേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു. ഹലോ ബ്രദർ, എന്റെ ബർത്ത്ഡേ ആണ് ഈ പറഞ്ഞ പോലെ ജൂലൈ 10 ജൂലൈ 10 ഇന്ന് ആ ഭവനത്തിന്റെ മേൽ 2 വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കലഹത്തെ കർത്താവ് വിട്ടുമാറ്റുന്ന വെളിപ്പെടുത്തിയത്. സിസ്റ്ററുടെ ഭവനമാണത്. അതെ, അത് യേശുവിന്റെ നാമത്തിൽ എന്ന് സ്വീകരിച്ചോ. കർത്താവ് ദിവ്യ സമാധാനത്തെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു വാഗ്ദത്തം സിസ്റ്റർ പറയുവാണ്, നിങ്ങളുടെ ഒരു ഫ്രണ്ട് മുഖാന്തിരം ഒരു സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോവാ. കേൾക്കുന്നുണ്ടോ? ഒരു ഫ്രണ്ട് മുഖാന്തിരം ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി. ഞാൻ പറയുന്ന ഒരു പേരിനെ കുറിച്ച് കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. സൂസൻ എന്ന് പറയുന്ന ഒരാളെ ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കാൻ വേണ്ടി പോവാ. സൂസനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സാക്ഷ്യമാക്കി ദൈവം അയക്കാൻ വേണ്ടി പോവാ കേട്ടോ. ആ പേരൊന്ന് കുറിച്ച് വെച്ചോണേ. ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു ഹോളി. നന്ദി കർത്താവേ, നന്ദി യേശുവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ഈ സമയം നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ബൈബിളിൽ പൗലോസ് പറഞ്ഞതുപോലെ സൗഖ്യമാക്കുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് ഒന്ന് കാലൂന്നി എണീക്കാൻ പറയാൻ തോന്നണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. താങ്ക് യു ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഉത്തമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാനൊരു സ്ഥലവുമായിട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ സ്ഥലത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വെള്ളത്തിലോട്ട് ഇങ്ങനെ എടുത്ത് ചാടുന്ന ഒരു ദർശനം കണ്ടുകൊണ്ടിരിക്കുക. ഈ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്നത് പോലൊരു ദർശനം ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കാണുക. ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു വാക്ക് ഞാൻ കേൾക്കുന്നത് പോലെ ഇങ്ങനൊരു സംഭവം ഞാൻ കേൾക്കുകയാണ്. അതായത് അതുണ്ടായല്ലോ എന്ന് ആദി കയറുന്ന രീതിയിലേക്കൊരു വിഷയം ആ ഭവനത്തിൻ്റെ അകത്ത്. എന്നാൽ കർത്താവ് ഇപ്പോൾ തന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട് വലിയൊരു അനർത്ഥം ആ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുന്നതായിട്ട് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? ആ കുടുംബത്തിന് വേണ്ടി യേശുവിനകത്ത് ഏറ്റെടുത്തു. നിങ്ങൾ നിമിത്തം ആ ഭവനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. അനർത്ഥത്തെ ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, അനർത്ഥത്തിന് പ്രവേശിക്കാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ പ്രവർത്തിക്ക് അവിടെ പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. പറയാനുള്ളവരാണ് ഈ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഈ സൂമിലുള്ള എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, അങ്ങയുടെ വാർത്തകൾക്കായി സ്തുതിക്കുന്നപ്പ. നമുക്ക് ഒരുമിച്ച് ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തകർച്ചയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഞങ്ങളുടെ ദിവ്യ സമാധാനം അവിടെ ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യൽ സോഴ്സുകൾക്ക് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതെല്ലാം വാഗ്ദത്തമാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഫിനാൻഷ്യലി ദൈവത്തിൻ്റെ വളരെ വാക്യമുണ്ട്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. ഇപ്പം സമ്പത്ത് എന്നുള്ളത് അനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമാണ്. നമുക്കത് വേണം. ഈ ദിവസം കടഭാരത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നവർ യഹോവയുടെ സമ്പത്ത്, വീണ്ടും ഞാൻ പറഞ്ഞ യഹോവയുടെ സമ്പത്ത് നമുക്ക് വേണം. അത് വാഗ്ദത്തമാണ്. ഈ ദിവസങ്ങളിൽ നമ്മളത് ചിന്തിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ ശക്തിയെ പറ്റിയാണ് ധ്യാനിക്കുന്നത്. വാഗ്ദത്തം കാണണം. ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്ന ഒരു വേഗത്തിൽ കൈയെടുത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. നന്മയായി തീരുന്നല്ലോ, സാക്ഷ്യമായി മാറുന്നല്ലപ്പ. ആ രോഗശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ആ കുടുംബത്തിൻ്റെ മേലുള്ള ഞെരുക്കങ്ങൾ യേശുവിനകത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ സമാധാനമില്ലാതെ അവരെ അലട്ടുന്ന വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നപ്പ. ദിവ്യ സമാധാനം അവരുടെ മേൽ സംഭവിക്കട്ടെ. വാക്തത്വങ്ങൾ ഇവരുടെ മേൽ നിവർത്തീകരിക്കട്ടെ. വാക്ക് മാറാത്ത ദൈവത്തിൻ്റെ ശക്തി വ്യാപരി. ഈ സമയത്ത് കൈയെടുത്ത് വെച്ച് അത്ഭുത രോഗസൗഖ്യത്തിനായി കൽപ്പിക്കുന്നപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ
കർത്താവെ, ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാ മേഖലയിലും കർത്താവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. അവരുടെ ശരീരത്തിൻ്റെ മേൽ ആരോഗ്യത്തെ കൽപ്പിക്കുന്നു, ശരീരത്തിൻ്റെ മേൽ ദിവ്യ ആരോഗ്യത്തെ കൽപ്പിക്കുന്നു. രോഗത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, വേദനയിൽ നിന്നും, ഞെരുക്കങ്ങൾക്ക് നിന്നും, കടഭാരത്തിൻ്റെ അകത്തുനിന്നും സകല വിധമാകുന്ന കർത്താവെ, ഇന്ന് സന്തോഷിക്കാൻ കഴിയാതെ, സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാത്ത വിഷയത്തിൻ്റെ മേൽ ഒന്ന് കൈയെടുത്ത് സ്വന്തം തലമേലോട്ടൊന്ന് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ ദിവ്യ സമാധാനം അവരുടെ മേൽ സംഭവിക്കുന്നു. ഇന്ന് കർത്താവേ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അത്ഭുതം അവരുടെ മേൽ സംഭവിക്കുന്നു. യേശുവിൻ്റെ അത്ഭുതം ഉണ്ടായി വരുന്നു. സകല തടസ്സങ്ങളും ഇപ്പോൾ നീങ്ങിപ്പോകുന്നു. സകല രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകുന്നു. സകല വേദനകളും ഇപ്പോൾ അത്ഭുതമാകുന്ന കടഭാരങ്ങൾ നീങ്ങി പുതുവഴി തുറന്നു വരുന്നു. കുടുംബത്തിൻ്റെ അകത്ത് സമാധാനമില്ലാത്ത അന്തരീക്ഷം മാറി സമാധാനം ഉണ്ടായി വരുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ബൈബിൾ പറയുന്നു, കർത്താവ് നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. ഭയം വിട്ടുപോട്ടെ. അത്ഭുതങ്ങളെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾക്ക് നന്ദി, അത്ഭുതങ്ങൾക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു. അത്ഭുതകരമായ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഈ സമയം സാക്ഷ്യത്തിൻ്റെ സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വരാൻ പോകുന്ന പ്രാർത്ഥനയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ ക്രമീകരിച്ചിരിക്കുന്ന കേരളത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ ശേഷിപ്പുകളെ മാറ്റിവെക്കുക. എല്ലാ മാസം നമ്മൾ ഒരു മാസം നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മാറ്റിവെക്കുക. കർത്താവെ, മാറ്റിവെക്കുക മാത്രമല്ല, ഇന്നു മുതൽ നിങ്ങൾ പറയണം, വലിയ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ യേശുവിനത് കാണും. ദൈവരാജ്യം വളരും. ഞങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കും. അത്ഭുത രോഗസൗഖ്യം, ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും. എല്ലാ ദിവസവും പ്രഖ്യാപിക്കണം. വിതച്ചാൽ മാത്രം പോരാ, കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ഉപയോഗിക്കപ്പെടണം. ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യും. കർത്താവ്, ഞങ്ങളുടെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധന ഉണ്ടാകട്ടെ, അത്ഭുതകരമായ വർധന ഉണ്ടാകട്ടെ. അവരുടെ കർത്താവ് ഏതെങ്കിലും ഞെരുക്കമുണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ. വാരി വിതറി കൊടുക്കാൻ സമ്പത്തുണ്ടാകട്ടെ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്ന വചനം പറയുന്നപ്പ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ബ്ലെസ്സിങ്ങൾ തുറക്കട്ടെ, ബ്ലെസ്സിങ്ങൾ തുറക്കട്ടെ, ബ്ലെസ്സിങ്ങൾ തുറക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. പ്രാർത്ഥനാ വിഷയം നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ പ്രവൃത്തി സംഭവിച്ചു കഴിഞ്ഞു. സാക്ഷ്യമുള്ളവർ, ഒരേ ആലോചന ഒരേപോലെ വന്നവർ എടുത്തു പറയേണ്ട കാര്യമില്ല. സാക്ഷ്യമുള്ളവർ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞാട്ടെ. ഉള്ളവരാരെങ്കിലും പറയും. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനൊരു അമ്മയ്ക്ക് വയ്യാതെ കിടക്കുന്ന ഒരു അമ്മയെ നോക്കാൻ നിൽക്കുന്നു. അമ്മയുടെ ഇന്നലെ വയറങ്ങ് വീർത്തിരിക്കുമായിരുന്നു. ഞാൻ യേശുവിന്റെ അടിപ്പിലുള്ള സൗഖ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് നേരം വെളുത്തപ്പോ വയറ് ചൊങ്ങി ശൂന്യമായിട്ടിരുന്നു. സ്തോത്രം. നന്ദി കർത്താവേ, അങ്ങ് പ്രിയമാക്ക് തക്ക സമയത്ത് പ്രാർത്ഥിക്കാൻ കൃപ കൊടുത്തല്ലോ. അത്ഭുതകരമായ വിടുതല് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. പ്രൈസ് ലോർഡ് ബ്രദർ. പറഞ്ഞു. എൻ്റെ മോൻ്റെ നിശ്ചയം ദൈവം മനോഹരമായും സന്തോഷകരമായും നടത്തി തന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. വിവാഹത്തിന്റെ കാര്യങ്ങളും ദൈവം അത്ഭുതകരമായി നടത്തി തരുവാനായിട്ട് ദൈവത്തിന് യേശോയ്ക്ക് സാക്ഷ്യം പറയാനായിട്ട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാ അനുഗ്രഹമാക്കി മാറ്റി നന്ദി പറയുന്നു. എല്ലാം സാക്ഷ്യമാക്കി ദൈവം നടത്തും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. സിസ്റ്റർ ഇച്ചിരി ഉറക്കെ പറയാവോ? കേൾക്കത്തില്ല. ഹലോ, കേൾക്കാമോ? പറഞ്ഞു. ഇനി പറഞ്ഞു. കുഞ്ഞിനാണെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെ വന്ന് കുഞ്ഞ് ആഹാരം കഴിക്കാതെ വന്നേ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം പിന്നീട് കൊച്ചിനൊരു ഉണർവൊക്കെ കൊടുത്തു. കുഞ്ഞ് ആഹാരം കഴിക്കാൻ ഞാൻ സാക്ഷ്യം പറയാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ദൈവത്തോട് മഹത്വപ്പെടുത്താണ്. കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ. പിന്നെ രണ്ടാമത്, ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു പേപ്പർ സാങ്ഷൻ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എത്ര ചെയ്തിട്ട് അത് ശരിയാവുന്നില്ലായിരുന്നു. കുറേ വട്ടം ശരിച്ച് രാവിലെ തൊട്ട് ഉച്ചവരെ ചെയ്തിട്ട് ശരിയാവുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ വട്ടം പാമ്പിനെ തേളിനെ ആ വാക്യം കുറേ വട്ടം പറഞ്ഞിട്ട് പിന്നീട് ചെയ്തപ്പോൾ അത് ശരിയായത്. എനിക്ക് ഭയങ്കര സന്തോഷവും ദൈവമേ ഇതിന് ഭയങ്കര ശക്തിയുണ്ടെന്നാണ് നമ്മൾ പിന്നെ പ്രൂവ് ചെയ്യിക്കുന്ന പോലെ തോന്നി.
അത് തീർച്ചയായിട്ടും സാക്ഷ്യം പറയാതെ ഞാൻ അന്നേ കർത്താവിന്റെ വലിയ പ്രവൃത്തിയാണത്. ദൈവം പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞ വചനം പിന്നെയും പിന്നെയും പറയുക കേട്ടതുപോലെ തന്നെ ശക്തി വ്യാപരിക്കും, നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യമായിട്ട് വരും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മറ്റാരുമില്ല എന്ന് ഞാൻ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? അതെ ബ്രദർ. പറഞ്ഞു ഹലോ, പറഞ്ഞു. എന്റെ മകളുടെ ഒരു അത്ഭുത സാക്ഷ്യം പറയാനായിരുന്നേ. ഉം. എന്റെ മകള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായി. അപ്പൊ അവൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പൊ അവക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. അതൊന്നും അല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മകള് ഈ 3-3.5 മാസമായിട്ട് മെൻസസ് ആയില്ലായിരുന്നു. അപ്പൊ അവളതിന് വേണ്ടി വളരെയേറെ ഭാരപ്പെട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കൊണ്ട് സ്കാൻ ചെയ്തു, അതിലും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇത് ആകാത്തോണ്ട് അവക്ക് പേടി, ഉള്ളില് ഭയങ്കര ഉൾഭയം പോലെ ഇരുന്നു. ആകുന്നില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് എന്റെ ഹസ്ബൻഡ് ഇതുപോലെ ഒരു ആലോചന പോലെ എൻ്റെ കൂടെ പറഞ്ഞു, മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ വൈകിട്ടായപ്പോഴും ഇതുപോലെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ അവളുടെ ഈ രോഗത്തിന്റെ ഒരു ഇതുപോലെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ യേശു കർത്താവിന്റെ ഇതിൽ, അതായത് പ്രാർത്ഥിക്കുന്നതിന്റെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിടെ ശരീരത്തിലിരിക്കുന്ന സകല രോഗങ്ങൾ വിട്ടുപോട്ടെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു സന്ധ്യാ നേരത്ത്. അവൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിച്ചു ബ്രദറെ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വന്നതും എന്റെ മകൾ എന്നോട് വിളിച്ചു പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ ആയി, ഇപ്പൊ തന്നെ ആയി കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അതൊരു അത്ഭുത സാക്ഷ്യമായിട്ട് ഞാൻ പറയാനെന്ന് വെച്ചാൽ അത്രത്തോളം എന്റെ മകൾ വേദനിച്ചു. ഇന്നലെയും ഉച്ചയ്ക്കൊക്കെ എന്നെ വിളിച്ച് കരഞ്ഞു പറയുകയാണ്, അമ്മ ഞാൻ ഇങ്ങനെയാണ്, എനിക്കിത് ഇങ്ങനെ ആകുന്നില്ല, എനിക്ക് ഭയങ്കര പേടിയാകുന്നു. എങ്ങനെ, അതായത് മെഡിസിൻ ഒക്കെ കഴിച്ചു ബ്രദറെ, അത് ആവാൻ വേണ്ടിയിട്ട് മെഡിസിൻ ഒക്കെ കഴിച്ചു, പല രീതിയിലുള്ള എല്ലാ മെഡിസിനും കഴിച്ചിട്ടൊന്നും ആയില്ല. ഈ 3.5 മാസമായിട്ട് ആയിട്ടില്ല. അപ്പൊ അവള് പേടിച്ച് എന്നോട് പറഞ്ഞ് അത് 2 ദിവസം കൂടെ നോക്കിയിട്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പോയി, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാനും ഈ ഹസ്ബൻഡ് പറഞ്ഞ് ആലോചന പറഞ്ഞ് ഞാൻ ഉച്ചയ്ക്കും പ്രാർത്ഥിച്ചു. വൈകിട്ടായപ്പോഴും അവൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം അവിടെ അത്ഭുതം ചെയ്തു. എന്റെ മകൾക്ക് ആശുപത്രി പോവാതെ തന്നെയാണ് അതിനൊരു വിടുതൽ എന്റെ കർത്താവ് കൊടുത്തു. എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. നന്ദി കർത്താവേ. കർത്താവ് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് വലിയ ഒരു സാക്ഷ്യമാണ് സൗരി പറഞ്ഞത്. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകം മോക്ക് വേണ്ടി കൽപ്പിച്ചു പ്രാർത്ഥിച്ചു. കണ്ടോ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ കൽപ്പിക്കണം, നമ്മുടെ അധികാരത്തെ നമ്മൾ ഉപയോഗിക്കണം. നമ്മളവിടെ പ്രാർത്ഥിക്കുകയല്ല പകരം ചെയ്യേണ്ടത്, അധികാരത്തെ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ എന്നാ സംഭവിച്ചു? മോള് പറഞ്ഞാണ് വേറെ ഹോസ്പിറ്റലിൽ പോയി നോക്കേണ്ടിരുന്നവർ ഭയപ്പെട്ടിരുന്നതാണ്. പക്ഷെ ആ കൽപ്പിച്ച ഉടനെ റിസൾട്ട് വെളിപ്പെട്ടു. അപ്പോൾ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അവിടെ പ്രാർത്ഥിക്കുകയല്ല, കൽപ്പിച്ചോണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ജീവിതത്തിന്റെ അകത്ത് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു. ഒന്ന് പ്രാർത്ഥിക്കാമോ? പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു. കാലിന് വെരിക്കോസ് ഉണ്ടായിട്ട്, വെരിക്കോസിന്റെ പ്രയാസം നല്ലതായിട്ടുണ്ടായി, അത് നല്ല വേദനയായിട്ടൊക്കെ ഇരിക്കുക. അപ്പൊ അതിനൊരു പൂർണ്ണ സൗഖ്യത്തിനായിട്ടൊന്ന് നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നന്ദി പറയുവാണ്. യേശുവിന്റെ നാമത്തെ കർത്താവ് അത് പൂർണ്ണമായി മാറ്റി തന്ന കൃപയ്ക്ക് നന്ദി. നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് നന്ദി പറയുകയാണ്. നന്ദി കർത്താവേ, അങ്ങ് പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ കൊടുത്ത കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. സ്വതന്ത്രം ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അവന്റെ ഇടതുകാലിന് വേദനയാന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, അതിനെ കൽപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യം വന്നു. ആമേൻ. നന്ദി കർത്താവേ. പ്രിയ സഹോദരൻ പറഞ്ഞാൽ കൽപ്പിച്ചു. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ കൽപ്പിക്കണം. യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ അധികാരം അവിടെ വെളിപ്പെടും. ഗോഡ് ബ്ലസ് യു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ കൃപയ്ക്കായ സ്തുതി. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം.
കർത്താവിന്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നല്ലോ. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട്